പരിശുദ്ധന്റെ കൃപയുടെ മറവിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് നമുക്ക് ആരംഭിക്കാം. മഹാകാരുണ്യവാനും നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ അനുഗ്രഹമേറിയ നല്ല രാത്രിയുടെ യാമത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ബൈബിൾ ക്ലാസ് ആയി അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നപ്പാ, ഇന്ന് രാത്രി ഞങ്ങളോട് കർത്താവ് സംസാരിക്കുമാറാകണമേ. എടുത്തിരിക്കുന്ന വിഷയം ഞങ്ങളുടെ ജീവിതത്തില്, ഇത് കേൾക്കുന്ന അനേകരുടെ ജീവിതത്തില് ഒരു വിടുതലിന് കാരണമായി തീരുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന്റെ വൻകരയിൽ നിന്ന് അനേകർ ഞങ്ങളെ കേൾക്കുന്നുണ്ടെന്ന് രാത്രിയിൽ അവരെയൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ഇതെല്ലാവരുടെയും ജീവിതത്തിൽ വിടുതലിന് കാരണമായി തീരുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ദാസനെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുമാറാകണം. പരിശുദ്ധന്റെ നിറവിന്റെ കർത്താവിന്റെ രാത്രിയിൽ കർത്താവ് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യയുടെ അവസാനം കൃപയെ ഞങ്ങളെ നിറച്ചാട്ട് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലവും ഞങ്ങൾക്ക് ആജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് തുടർന്ന് ഒരു പാട്ടുകൾ പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താനുള്ള സമയമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ നാം പോകുകയാണ്. നമ്മളിരിക്കുന്ന ഏത് സാഹചര്യത്തിലായിരുന്നാലും അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിലൂടെയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ, എന്നെയും ചേർത്തിടുവാൻ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ, എൻ പ്രിയ രക്ഷകനേ. സുന്ദരരൂപനേ, വന്ദിതനാഥനേ, മാറനാഥ മാറനാഥ. സുന്ദരരൂപനേ, വന്ദിതനാഥനേ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. 1000 വാക്കുകൾ മിണ്ടിയാൽ പോരായേ, നാമെന്നേശുവേ. 1000 വാക്കുകൾ മിണ്ടിയാൽ പോരായേ,
കാന്തേനാമെന്നേശുവേ. ദിനംതോറും വേണമേ, വരുവോളം വേണമേ, മാറാനാഥാ മാറാനാഥാ. ദിനംതോറും വേണമേ, വരവോളം വേണമേ, മാറാനാഥാ മാറാനാഥാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിൻ ഉടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ ഉടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ, എന്നെയും ചേർത്തിടുവാൻ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ, എന്നെയും ചേർത്തിടുവാൻ. സുന്ദരരൂപനേ വന്ദിതനാഥനേ, മാറാനാഥാ മാറാനാഥാ. സുന്ദരരൂപനേ വന്ദിതനാഥനേ, മാറാനാഥാ മാറാനാഥാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിൽ ഉടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. 1000 വാക്കുകൾ മിണ്ടിയാൽ പോരായേ, കാന്തേനാമെന്നേശുവേ. 1000 വാക്കുകൾ മിണ്ടി പോരായേ, എന്നേശുവേ. ദിനംതോറും വേണമേ, വരവോളം വേണമേ, മാറാനാഥാ മാറാനാഥാ. ദിനംതോറും വേണമേ, വരവോളം വേണമേ, മാറാനാഥാ. ഹല്ലേലൂയ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയം നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ആമേൻ. യേശുവേ എൻ ഹൃദയത്തിൻ ഉടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തിൽ. ഹല്ലേലൂയ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയം നിന്നിൽ തന്നെയാ. നിന്നതല്ല നാം ദൈവം നാം നിർത്തിയതാം, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാം, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തേണ തിരുഹിതം പോൽ.
ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തേണേ തിരുഹിതം പോൽ. സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോൾ, സോദരങ്ങളോ അകന്നു മാറിയപ്പോൾ, സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോൾ, സോദരങ്ങളോ അകന്നു മാറിയപ്പോൾ, സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനും ഹല്ലേലൂയ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തേണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തേണേ തിരുഹിതം പോൽ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയിൽ മുഴക്കിടുമ്പോൾ, ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയിൽ മുഴക്കിടുമ്പോൾ, പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷം ഉയർത്തിയിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷം ഉയർത്തിയിടും. ഇത്രത്തോളം ചെയ്യുന്ന ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തേണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തേണേ തിരുഹിതം പോൽ. ഇന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നമ്മുടെ കഴിവുകളല്ല, ഓ ഹല്ലേലൂയ, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഹല്ലേലൂയ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തേണേ ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തേണേ തിരുഹിതം പോൽ. ആമേൻ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തേണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തേണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഹല്ലേലൂയ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തേണേ തിരുഹിതം പോൽ. 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 പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കഴിവുകളെല്ലാം മിടുക്കുകളെല്ലാം നമ്മെ ഇതുവരെ നിർത്തിയത്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിന്റെ കരുണയാണ് നമ്മൾ ഇതുവരെ നിർത്തിയത്. സാധ്യതകളെല്ലാം അസ്തമിച്ചു പോയ സ്ഥാനത്തും കർത്താവ് നമ്മെ ജയത്തോടെ നിർത്തിയ കർത്താവിനെ ഇന്ന് രാത്രികാലം നാം ആരാധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിന് മുഴുവൻ മഹത്വം കൊടുത്ത് നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സാധ്യതകളൊക്കെ പലപ്പോഴും അത് എണ്ണം പറഞ്ഞു നിൽക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് പ്രൈസ് ദി ലോർഡ്
ഒരു കരുതുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. എല്ലാ സാധ്യതകളും അസ്തമിക്കുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ വീണ്ടെടുത്തു. ആഴിയിൽ കിടന്ന നമ്മെ, ആഴത്തിൽ കിടന്ന നമ്മെ, കൂരിരുകൾ നമ്മെ മറപിടിച്ചപ്പോൾ അവിടെ നമ്മൾ ആ കരം വീണ്ടെടുത്തതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ മാർവോട് ചേർത്തണച്ച കർത്താവിന്റെ സ്നേഹമാണ് ഇതുവരെയും നമ്മളെ നിർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിനെ നമുക്ക് ധ്യാനത്തോടെ പ്രൈസ് ദി ലോർഡ്. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറപിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറപിടിച്ചു. അവൻ തിരുക്കരം തേടിയെത്തി, തന്റെ മാർവോട് ചേർത്തണച്ചു. അവൻ തിരുക്കരം തേടിയെത്തി, തന്റെ മാർവോട് ചേർത്തണച്ചു. സർവനന്മകൾക്കും സർവപ്രാണങ്ങൾക്കും ഉറവിടമാണ് യേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാണ് യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദിനവും പരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദിനവും പരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദിനവും പരനേ നന്ദിയാ. പരിശുദ്ധമേ സ്വർഗ്ഗപിതാവേ, നല്ല സംവിധാനം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. അങ്ങേ ആത്മാവിൽ പാടി ആരാധിപ്പാൻ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. തുടർന്ന് എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവന്റെ വചനം കേട്ടെന്ന് രാത്രികാലം ബലപ്പെടുവാൻ ഞങ്ങളെങ്ങനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാതന കേട്ട കൃപയ്ക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ നിമിഷത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനത്തെ ഇന്ന് രാത്രിയിൽ അറിയിച്ചു കൊള്ളട്ടെ. നാം ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് ഒരു അവസരം ഒരുക്കി. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ആയിരിക്കുന്ന ഇടത്തെല്ലാം ദൈവത്തിന്റെ വലിയ കൃപയും പരിപാലനവും ഉള്ളതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സൂമിൽ മീറ്റിംഗിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹ വന്ദനം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ മധ്യേ ആയിരിക്കുന്ന വചനം സൂക്ഷിപ്പാൻ വേണ്ടി ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ അനിയൻ വർഗീസിനെ ഓർത്ത് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. താനൊരു ബൈബിൾ പ്രഭാഷകനാണ്, ഒരു പ്രാസംഗികനാണ്. കർത്താവിന്റെ വേലയിൽ ഈ ലോകമെമ്പാടും പോയി അനേകരുടെ ഇടയിൽ പോയി കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസനാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് വചനവുമായിട്ട് നിൽപ്പാൻ തക്കവണ്ണം ലഭിച്ചിരിക്കുന്നത്. ആ കർത്താവിന്റെ ദാസനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയിലേക്ക് ഞങ്ങൾ ഹാർദവമായി കർത്താവിന്റെ ദാസനെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസൻ നമ്മളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അതിനുശേഷം പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥനയ്ക്കായി നമുക്ക് വീണ്ടും തലകളെ മണക്കാം. ആ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് കർത്താവിന്റെ ദാസൻ രാജ പാസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കും. നാം പലയിടങ്ങളിൽ നമ്മളായിരിക്കുന്ന നാം ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ നാം ഈ ഒരു സൂമിന്റെ പ്ലാറ്റ്ഫോമിലാണ് ആയിരിക്കുന്നത്. ഇപ്രകാരം ഒരു വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇപ്രകാരം ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ സകല മഹത്വവും കർത്താവിനെ അർപ്പിക്കുന്നു. രാജ പാസ്റ്റർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവേ സ്തോത്രം. നല്ലവനും വിശ്വസ്തനുമായ ദൈവമേ, സ്വർഗരാജാവേ, മനോഹരമായ നല്ല രാത്രികാലത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവസഭ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് കർത്താവെ
ബൈബിൾ ക്ലാസിന്റെ പ്രാരംഭ ദിവസത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തിനെ കടന്നു വരുവാൻ പിതാവിനെ സഹായിക്കാനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനും കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം പഠിപ്പിക്കുന്ന കർത്താവിന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് മുതൽ നടക്കുന്ന ഈ കർത്താവ് ക്ലാസ് എല്ലാം അനുഗ്രഹമായി തീരുവാൻ ഈ അന്ത്യകാലത്തിൽ കാലിലെ സുവിശേഷമായി ഏറ്റവും അടുത്ത് ജീവിക്കാനുള്ള ദൈവകൃപ ഞങ്ങളുമേൽ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ അഭിഷേകത്താൽ ദൈവദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് അത് ഗ്രഹിക്കാനുള്ള ജ്ഞാനവും കഴിവും കൃപയും കർത്താവ് ഉയരത്തിൽ നിന്ന് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത് പഠിച്ച് ദൈവവചനം പഠിച്ച് നിശ്ചയമുള്ളവരായി അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, അനേകരെ സുവിശേഷങ്ങൾ നയിക്കുവാനുള്ള ദൈവകൃപ സ്ഥാപിക്കുവാൻ കർത്താവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ലാസിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവാത്മാവ് നയിക്കുമാറാണെന്ന് പ്രാർത്ഥന ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. സ്വർഗ്ഗത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയായ ഞങ്ങളുടെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മെ എല്ലാം ധാരാളമായി സഹായിക്കട്ടെ. തുടർന്ന് ഞാൻ മുഖവരയിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഡയറക്റ്റ് കർത്താവിന്റെ ദാസന് സമയം കൊടുക്കുകയാണ്. കർത്താവ് നയിക്കുന്നത് പോലെ വചനം സൂക്ഷിപ്പാൻ കർത്താവിന്റെ ദാസനെ ഞാൻ ക്ഷണിക്കുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവും ലോക രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഷാർജ ദൈവസഭയിലെ എല്ലാ ദൈവമക്കൾക്കും, വിശേഷാല് പാസ്റ്റർ ജോൺ മാത്യു അവറുകൾക്കും കുടുംബത്തിനും വളരെ സ്നേഹത്തോടെ, വളരെ വിനയത്തോടെ വന്ദനം അറിയിക്കുകയാണ്. ഈ നിലയിൽ ഒരു ദൈവവചന പഠനം ക്രമീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് ഹിതമായി ഷാർജയിലുള്ള പ്രിയപ്പെട്ടവരായ നിങ്ങൾ അതിന് മനസ്സ് വെച്ചു. അത് ഓർത്ത് കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും, എല്ലാ സഹോദരി സഹോദരന്മാരും, യങ്സ്റ്റേഴ്സ്, കുഞ്ഞുങ്ങൾ എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. നിങ്ങളൊക്കെ വളരെ ബദ്ധപ്പാടുകളുടെ നടുവിലാണ് അവിടെ ആയിരിക്കുന്നത് എന്ന് എനിക്കറിയാം. ആ ജോലിയുടെ തിരക്കും അതിൻ്റെ ബദ്ധപ്പാടും ഒക്കെ കഴിഞ്ഞ് ഇനി അല്പം ഒന്ന് വിശ്രമിക്കേണ്ട സമയമാണ്. ആ സമയത്ത് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹം വെച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള സ്നേഹമാണ്. അത് ദൈവം ആദരിക്കുകയും അതിൻ്റെ നന്മയും അനുഗ്രഹങ്ങളും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ തരികയും ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മാത്രമല്ല, ഒരു അല്പ സുദീർഘമായ സമയമാണ് ക്ലാസ്സിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്നത് എന്ന് പാസ്റ്റർ എന്നെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അത്രയും സമയമൊക്കെ കേട്ടിരിക്കാനുള്ള താല്പര്യം, അല്ലെ അതിനുള്ള മനസ്സൊരുക്കം നിങ്ങൾക്കുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ അത്ഭുതപ്പെടുകയും അതിശയിക്കുകയും നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. കർത്താവ് ധാരാളമായി നമ്മെ സഹായിക്കട്ടെ. കർത്താവ് ദാസനെ ഓർപ്പിച്ച പോലെ എൻ്റെ പേര് അനിയൻ വർഗീസ് എന്നാണ്. ഞാൻ താമസിക്കുന്നത് കല്ലിശ്ശേരിയിലാണ്. ചെങ്ങന്നൂര് കല്ലിശ്ശേരി. കല്ലിശ്ശേരിയിൽ നിന്ന് 2-3 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയ ഒരു ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. കർത്താവ് നൽകുന്ന കൃപയ്ക്കനുസരിച്ച് ദൈവവചനം പഠിപ്പിക്കുകയും കൺവെൻഷനിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കർത്താവ് വിദേശ രാജ്യങ്ങളിലുമൊക്കെ അവസരങ്ങൾ തരാറുണ്ട്. ഷാർജയിലും, ഷാർജ മീൻസ് ഞാൻ UAE 2018 ഒരു 3 മാസത്തോളം ഉണ്ടായിരുന്നു. മീറ്റിങ്ങുകളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പവർ വിഷനിൽ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് ഗിരിപ്രഭാഷണങ്ങളാണ്. കർത്താവിന്റെ അനുഗ്രഹീതമായ പഠിപ്പിക്കൽ, വിശ്വവിഖ്യാതമായ പർവ്വത പ്രസംഗം, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ആണ്. അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ മാസം 1-ാം തീയതി തുടങ്ങിയതാണ്. അത് തീരുന്നവരെ ക്ലാസ് എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ 7:30 വരെ ആ ബൈബിൾ സ്റ്റഡി നടന്നുകൊണ്ട് ഇരിക്കുന്നു. കർത്താവ് നൽകുന്ന കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രാർത്ഥനയിൽ എളിയവനെയും ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദത്തിലായിരിക്കാം. അധികം പേരെയും എനിക്ക് മുഖപരിചയം ഇല്ല. ഞാൻ ആദ്യ സമയത്ത് സ്ക്രീനിലൊക്കെ നോക്കി, ഞാൻ ഫോണാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് എല്ലാവരെയും ഒന്നിച്ച് കാണാൻ പറ്റുകയില്ല. എങ്കിലും ഞാൻ ആദ്യ സമയത്ത് കുറച്ച് മുഖങ്ങളൊക്കെ കാണാൻ ഇടയായി. എല്ലാവരെയും ഓർത്ത് സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. തുടർന്നുള്ള സമയം നമുക്ക് ദൈവവചനം പഠിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ കാണുന്ന 7 സഭയ്ക്കുള്ള ദൂതുകളാണ്. അത് പഠിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞാൻ ആ വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 1-ാം അധ്യായം കൂടെ വളരെ വിശാലമായിട്ടല്ല, അത്യാവശ്യം അത് പറഞ്ഞു പോകേണ്ട കാര്യങ്ങൾ പറഞ്ഞ് 2-3 വരുമ്പോൾ കുറച്ചുകൂടെ
അത് മനസ്സിലാക്കാൻ കുറെ കൂടെ എളുപ്പമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ആ നിലയിലായിരിക്കും ഒന്നാം അധ്യായം കൂടെ നമ്മൾ ഈ പഠനത്തിൽ ഉൾപ്പെടുത്തുകയാണ്. എന്നാൽ ഒരുപാട് വിശദീകരിക്കുന്നതും അല്ല. എല്ലാവർക്കും അറിയാം, വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് 2 തെറ്റിദ്ധാരണ എല്ലാവരുടെ മനസ്സിലുമുണ്ട്. എല്ലാവരുടെയും ഞാൻ പറയുമ്പോൾ മിക്കവാറും, എല്ലാവർക്കും ഉണ്ടാവില്ല, മിക്കവാറും പേരുടെ മനസ്സിൽ 2 തെറ്റിദ്ധാരണകളുണ്ട്. അതിലൊന്ന്, ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ള ഒരു പുസ്തകമാണ് എന്നുള്ളതാണ്. അത് ഒരിക്കലും ശരിയല്ല. പുതിയ നിയമത്തിലെ മറ്റു പല പുസ്തകങ്ങളെക്കാളും എളുപ്പമാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് കൊരിന്ത്യൻസ്, എബ്രായ ലേഖനം, അതിനേക്കാളൊക്കെ പ്രയാസം കുറഞ്ഞ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്നുള്ളത് ആരംഭത്തിലേ ഞാനങ്ങ് ഓർപ്പിക്കുകയാണ്. പലരും ഇത് അങ്ങനെ പഠിക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞും ഒക്കെ പഠിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഒന്നും മനസ്സിലാകാത്തത്. ഇതിൽ പ്രത്യേകിച്ച് കഠിനമായിട്ടുള്ളതൊന്നുമില്ല. ഒരു അർത്ഥത്തിൽ വേണമെങ്കിൽ ഒരു സ്റ്റോറി പോലെ നമുക്ക് പഠിക്കാവുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. അതാണ് ഒരു തെറ്റിദ്ധാരണ, പ്രയാസമാണെന്നുള്ളത്. രണ്ടാമത്തേത്, ഈ പുസ്തകം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്താൽ ചില പ്രശ്നങ്ങൾ, ചില പ്രതിസന്ധികളും ദോഷങ്ങളും ഒക്കെ വരും. ചിലർ മരണം വരെ സംഭവിക്കുമെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്ന ചില ആൾക്കാര് ഉണ്ട് എന്നുള്ളതാണ്. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ഈ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ഇത് വായിക്കുന്നവർ, വായിച്ച് കേൾപ്പിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, അഥവാ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇത് കേൾക്കുന്നവരെല്ലാം, വായിച്ച് കേൾക്കുന്നവർ പോലും അനുഗ്രഹിക്കപ്പെട്ടവരാണ്, പ്രമാണിക്കുന്നവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അപ്പൊ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഈ പുസ്തകം വായിക്കുന്നത്, കേൾക്കുന്നത്, പഠിക്കുന്നത് അനുഗ്രഹമാണെന്ന് പറയുമ്പോൾ വേറെ ആരൊക്കെയോ അല്ല, ഇത് പഠിച്ചാല് പ്രയാസമാണ്, പ്രശ്നമാണ്, പ്രതിസന്ധിയാണ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല. അങ്ങനെയല്ല, ഇത് അനുഗ്രഹമാണ് ഇത് പഠിക്കുന്നത്. ഇത് പഠിക്കുമ്പോൾ നമുക്ക് ചില സാധാരണ ഉണ്ടാകുന്ന പോലുള്ള പനിയോ അസുഖമോ അല്ലെങ്കിൽ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഇത് പഠിച്ചത് കൊണ്ടാണെന്ന്. അങ്ങനൊന്നും അല്ല, അതൊക്കെ സ്വാഭാവികമാണ്. ഇത് പഠിക്കുമ്പോൾ അനുഗ്രഹമേ വരത്തുള്ളൂ, നന്മയെ വരത്തുള്ളൂ. 10-15 വർഷമായിട്ട്, 15-ലധികം വർഷമായിട്ട് നിരന്തരം ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഞാൻ പവർ വിഷനിലൂടെയും ഇത് പഠിപ്പിച്ചു. 152 ക്ലാസ്സുകൾ അതിനെടുക്കുകയുണ്ടായി. ഒക്ടോബർ 1-ാം തീയതി മുതൽ ഫെബ്രുവരി 29 വരെ ഈ വിഷയം അവിടെ പവർ വിഷനിലും എടുക്കുവാൻ കർത്താവ് കൃപ തന്നു. അവര് പ്രിയപ്പെട്ടവർ ആവശ്യപ്പെടുകയും ഞാൻ പോയി ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഇന്ന് നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷയ്ക്കായിരിക്കാൻ ഇടയാകുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. നമ്മൾ ഏതൊരു പുസ്തകവും പഠിക്കുന്നതിന് മുമ്പ്, അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ അറിഞ്ഞിരിക്കേണ്ട ഒരു 5 കാര്യങ്ങളാണ് ആദ്യം ഞാൻ പറയാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ പുസ്തകം മുഴുവൻ പഠിക്കുന്നില്ലെങ്കിലും നമ്മൾ ചില ഭാഗങ്ങൾ പഠിക്കുകയാണല്ലോ, അപ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യം നമുക്ക് ദൈവവചനം വായിച്ചുകൊണ്ട് തുടങ്ങാം. ആദ്യത്തെ 3 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആദ്യത്തെ 3 വാക്യങ്ങൾ, 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വാസ്തവത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. നമുക്കറിയാം, ബൈബിളിന്റെ കൺക്ലൂഷനാണ്, ഉപസംഹാര പുസ്തകമാണ്. പഴയ നിയമത്തിൽ 16 പ്രവചന പുസ്തകങ്ങളുണ്ട്. അതിൽ ഭാവികാല സംഭവങ്ങളൊക്കെ അവിടെയായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അടുക്കും ചിട്ടയുമായിട്ട് ഈ കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചന പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുടെയും കൺക്ലൂഷൻ, അതിന്റെ അന്ത്യം എന്താണെന്ന് അവിടെ എങ്ങും നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുകയില്ല. അത് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വെളിപ്പാട് പുസ്തകത്തിലാണ്. അതിനകത്ത് പരിസമാപ്തി നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. അതുപോലെ തന്നെ ഇനി ഭാവി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ക്രമമായി
പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം കൂടെയാണ് ഇത്. അപ്പൊ ഞാൻ ഓർപ്പിച്ചത്, ഈ ഏതൊരു പുസ്തകവും പഠിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ അറിയേണ്ട, അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അറിയേണ്ട ഒരു 5 കാര്യങ്ങൾ. അത് ഏതാണെന്ന് ചോദിച്ചാൽ, 1, ആരാണ് എഴുതിയത്. 2, ആർക്കാണ് എഴുതിയത്. 3, എന്നാണ് എഴുതിയത്. 4, എവിടെ ഇരുന്നാണ് എഴുതിയത്. 5, എന്തിനാണ് ഇത് എഴുതിയത്. അപ്പോ വേദപുസ്തകം പഠിക്കുന്ന ദൈവമക്കൾക്ക് പ്രയോജനമായി തീരട്ടെ എന്ന് വിചാരിച്ചാൽ, നിങ്ങൾ പലരും ഇങ്ങനെ ആയിരിക്കും പഠിക്കുന്നത്. എങ്കിലും ഞാൻ ആർക്കെങ്കിലും അത് മനസ്സിലില്ലെങ്കിൽ, ഏത് പുസ്തകം പഠിക്കുന്നതിന് മുമ്പ് ഈ 5 കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് പുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ അല്പം കൂടി എളുപ്പമായിട്ട് അത് പഠിക്കാൻ കഴിയും. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമായിട്ട്, ഒന്നാമതായിട്ട്, ഇത് ആരാണ് എഴുതിയത്. ഈ ചോദ്യത്തിന് വളരെ സിമ്പിളായിട്ട് എല്ലാവരും ഉത്തരം പറയും, യോഹന്നാൻ അപ്പോസ്തലനാണ് എഴുതിയത്. ശരിയാണ്, അത് അങ്ങനെ തന്നെയാണ് അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത്. യോഹന്നാന് ഉണ്ടായ വെളിപ്പാട് എന്നാണ്. എന്നാൽ പുസ്തകം നമ്മൾ വായിച്ചപ്പോൾ, ആദ്യ വാക്യം വായിച്ചപ്പോൾ, ആദ്യ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ച് കാണുമല്ലോ, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടെന്നാണ് എഴുതിയേക്കുന്നത്. അതെന്താ അങ്ങനെ? യോഹന്നാൻ ഉണ്ടായ വെളിപ്പാടെന്നാണ് ഹെഡിങ്ങിൽ, പക്ഷെ പുസ്തകം തുടങ്ങുമ്പോൾ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടെന്നാണ്. അല്പം കൂടി ആ സെന്റൻസ് മുന്നോട്ട് ചെല്ലുമ്പോൾ, യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അപ്പൊ ദൈവമാണ് യേശുക്രിസ്തുവിന്റെ കൊടുത്തത്. യേശുക്രിസ്തുവാണത് ദൂതൻ മുഖാന്തരം യോഹന്നാന് കൊടുക്കുകയും നമുക്ക് ലഭിക്കുകയും ചെയ്തത്. അപ്പോ ആരാണ് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ? വാസ്തവത്തിൽ പിതാവായ ദൈവം തന്നെയാണ്. ഈ പുസ്തകത്തിന്റെ മാത്രമല്ല, ദ ഹോൾ ബൈബിൾ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ തിരുവെഴുത്ത് എന്ന് വിളിക്കുന്നത്. ഇത് ദൈവത്തിന്റെ പുസ്തകമാണ്. ദൈവം ഇങ്ങനെ കുറെ പേപ്പറൊക്കെ എടുത്ത് ഒരു പേന എടുത്ത് എഴുതിയെന്നല്ല അർത്ഥം. ദൈവത്തിന്റെ വചനമാണിത്. ദൈവതുല്യമാണ് വചനം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നതിന്റെ കാരണം ഇത് ദൈവതുല്യമാണെന്ന് മാത്രമല്ല, എന്ന് ദൈവമുണ്ടോ എന്നു പറഞ്ഞാൽ നമുക്കറിയാം, ആദ്യം നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അന്ന് തന്നെ ഉള്ളതാണ് ഈ വചനം മുഴുവൻ. അത് ദൈവത്തിന്റെയാണ്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് എന്ന് പറയുന്നത്. ഇതിന്റെ ഒറിജിനൽ ഗ്രന്ഥമുണ്ട്. ഒറിജിനൽ ഗ്രന്ഥം, അതിന്റെ പേര് ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 21-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിക്കാം. ദാനിയേൽ പ്രവചനം 10:21 ഈ പുസ്തകത്തിന്റെ, ബൈബിൾ എന്ന അതിന്റെ ഒറിജിനൽ ഗ്രന്ഥവും അതിന്റെ പേരും അവിടെ എഴുതിയിട്ടുണ്ട്. ദാനിയേൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം. മതി, അത്രയും മതി. സത്യഗ്രന്ഥത്തിൽ ഇതെല്ലാം ഉണ്ട്. ഇത് അതുകൊണ്ടാണ് നമ്മൾ ഈ പുസ്തകത്തിനും സത്യവേദ പുസ്തകം എന്നാണ് പേരിട്ടിരിക്കുന്നത്. സത്യഗ്രന്ഥമാണ് ഒറിജിനൽ ബൈബിൾ, ഒറിജിനൽ വചനം. അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്വത്താണ്, തിരുവെഴുത്താണ്, ദൈവമാണ് അത് എഴുതി. മനുഷ്യരെ കൊണ്ട് നമുക്ക് വേണ്ടി എഴുതിപ്പിച്ചു തന്നു എന്നേ ഉള്ളൂ. അതിനെ യോഹന്നാനെയും പത്രോസിനെയും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം നമ്മൾ അറിയുന്നത് പോലെ 1600 വർഷം കൊണ്ട് 40ഓളം പേര് എഴുതി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് വേണ്ടി എഴുതിയതാണത്. അതിന്റെ ഒറിജിനൽ ദൈവത്തിന്റെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം. 119-ാം സങ്കീർത്തനം 89-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. വായിക്കാം. നമുക്ക് വചനം കൂടെ കേൾക്കുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ. അതുകൊണ്ടാണ് 119-89 എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകം എവിടെയാ വെച്ചത്? യഹോവയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. മതി. സ്വർഗത്തിലാണ് ഈ പുസ്തകം സൂക്ഷിച്ചിരിക്കുക. നമുക്കറിയാം, ഇവിടെ ഈ പുസ്തകം ഇല്ലാതാക്കാൻ, ഇത് കത്തിച്ചു കളയാൻ, ഇതിന്റെ ഒരു കോപ്പി പോലും ശേഷിപ്പിക്കാതിരിക്കാനുള്ള ശ്രമം എത്രയോ വർഷമായി നടക്കുന്നുണ്ട്. ഒന്നും നടക്കുകയല്ല. ഇവിടെ നടക്കത്തില്ല. ഇനി ഇവിടെ ഇതങ്ങ് കത്തിച്ച് കളഞ്ഞാലും ഒറിജിനൽ കോപ്പി സ്വർഗത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഇതിരിക്കേണ്ടത് എവിടെയാണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ഹൃദയങ്ങളിൽ ഇരിക്കണം ഈ വചനം. ഇത് കത്തിച്ചു കളഞ്ഞാലും, ആരൊക്കെ കത്തിച്ചു കളഞ്ഞാലും ഇല്ലാതാക്കിയാലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആർക്കും എടുത്തു കളയാൻ കഴിയില്ല. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം ഇരിക്കണം. ഓർക്കുക, ദൈവവചനം ദൈവതുല്യമാണ്. പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ചേർത്ത് പറയാവുന്ന
ഒന്ന് ദൈവത്തിന്റെ വചനം ആണ്. അത് ദൈവത്തിന്റെ പുസ്തകമാണ്. ഇവിടെ നമുക്ക് ഈ പുസ്തകം യോഹന്നാൻ മുഖാന്തരം നമുക്ക് എഴുതി തന്നേ ഉള്ളൂ. അത് 11-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1:11 അത് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ആ, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിശനായി, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി, എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. വായിച്ചത് ശ്രദ്ധിച്ചല്ലോ. 11-ാം വാക്യത്തില് നീ കാണുന്ന, യോഹന്നാനോട് പറയാം, നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതാൻ. സ്വന്തമായിട്ടൊരു ഈ വെളിപ്പാട് പുസ്തകം എഴുതാനല്ല പറഞ്ഞത്, കാണിച്ചു കൊടുക്കുക. ആ കാണിച്ചു കൊടുക്കുന്ന കോപ്പി ചെയ്താൽ മാത്രം മതി. ഇത് സ്വർഗത്തിലെ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ പുസ്തകം എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടി എഴുതുന്നത് പിന്നെ യോഹന്നാൻ അപ്പോസ്തലനാണ്. പക്ഷെ ഈ പുസ്തകത്തിന്റെ ഒറിജിനൽ ഗ്രന്ഥകാരൻ സ്വർഗത്തിലെ ദൈവമാണ്. ഈ സകല പഴയ നിയമവും പുതിയ നിയമത്തിന്റെ അത് മനസ്സിലാക്കാനും ഒരു വാക്യം വായിച്ചാൽ നല്ലതായിരിക്കും. പഴയ നിയമമായാലും പുതിയ നിയമമായാലും സ്വർഗത്തിലെ ദൈവമാണിത്. ഈ പുസ്തകത്തിന്റെ ഉടമസ്ഥൻ ദൈവത്തിന്റെ പുസ്തകമാണ്, ദൈവത്തിന്റെ വചനമാണ്. എബ്രായ ലേഖനം 1:1 അത് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാർ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അത്രയും മതി. എന്താ എഴുതിയ വായിച്ചാൽ ദൈവം പണ്ടെന്ന് വെച്ചാൽ പഴയ നിയമകാലവും അന്ത്യകാലം എന്ന് പറയുന്ന പുതിയ നിയമ കാലഘട്ടത്തെ മുഴുവൻ വിളിക്കുന്ന ഒരു പേരാണ് അന്ത്യകാലം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം പണ്ട്, അതായത് പഴയ നിയമകാലത്ത് പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു, പ്രവാചകന്മാരിലൂടെ കൊടുത്തു വചനം. ഈ അന്ത്യകാലത്ത് അഥവാ പുതിയ നിയമകാലത്ത് പുത്രൻ മുഖാന്തരം നൽകി. ഇവിടെ അതാ കാണുന്നത്, പിതാവായ ദൈവം പുത്രന്റെ കൊടുത്തു, പുത്രൻ ദൂതൻ മുഖാന്തരം യോഹന്നാന് കൊടുത്തു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പുസ്തകത്തിന്റെ രചയിതാവാരാണ്? എഴുത്തുകാരൻ ഒറിജിനലി പിതാവായ ദൈവം തന്നെയാണ്. അപ്പൊ എത്ര ഗൗരവത്തോടെ വേണം ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുവാൻ, പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ ഒക്കെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ നിലയിൽ ഈ പുസ്തകം പഠിക്കാനുള്ള ആഗ്രഹവും നമ്മുടെ ഹൃദയത്തെ തിരികെ നമുക്ക് അതിന് അവസരം ഒരുക്കുകയും ചെയ്ത് ഓർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ആരെഴുതി എന്ന് കണ്ടു. ഇനി ഇത് ആർക്കാണ് എഴുതിയിരിക്കുന്നത്? അത് 1-ാം വാക്യത്തിലുണ്ട്. 1-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം മാത്രം ഒന്നുകൂടെ വായിക്കാം. ആർക്കാണ് എഴുതിയിരിക്കുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്. അവനത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. അതിന്റെ മുകളിൽ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് മതി. അത്രയും മതി. തന്റെ ദാസന്മാരെ കാണിക്കാൻ കൊടുത്ത ഈ പുസ്തകം തന്റെ ദാസന്മാർക്ക് കൊടുത്തിരിക്കുന്ന. നമ്മൾ സാധാരണ ദൈവദാസന്മാരെന്ന് പറയുന്നത് പാസ്റ്റേഴ്സിനെയോ ഇവാഞ്ചലിസ്റ്റിനെയോ ഒക്കെയാണ് സാധാരണ നമ്മള് ദൈവദാസന്മാർ. തീർച്ചയായിട്ടും ഒരു ദൈവദാസന്മാരാണ്. കർത്താവിന്റെ ശുശ്രൂഷ, കർത്താവിൽ നിന്ന് നിയോഗം ഏറ്റെടുത്ത് പ്രാർത്ഥനയോട്, വിനയത്തോട്, സമർപ്പണത്തോട് ശുശ്രൂഷിക്കുന്നവരാണ്. അവർ ദൈവത്തിന്റെ ദാസന്മാരാണ്. അത് ശരിയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പിന്നെ അവര് മാത്രമാണ് ദൈവദാസന്മാരെങ്കിൽ ഈ പുസ്തകം അവര് മാത്രം പഠിച്ചാൽ മതിയല്ലോ. പാസ്റ്റേഴ്സും ഇവാഞ്ചലിസ്റ്റും ഡീക്കൻസും അവരൊക്കെ പഠിച്ചാൽ മതിയല്ലോ. അപ്പൊ അതല്ല ഉദ്ദേശിക്കുന്നത്. അവർക്ക് വേണ്ടി മാത്രമല്ലത്. ഇതിന്റെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ സകല ദൈവമക്കളും ദൈവത്തിന്റെ ദാസന്മാരാണ്. സകല ദൈവമക്കളും പുരുഷന്മാരായാലും കൊള്ളാം, സ്ത്രീകളായാലും കൊള്ളാം, രക്ഷിക്കപ്പെട്ട സകലരും ദൈവത്തിന്റെ ദാസന്മാരാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പ്രകാരം പറയാം. അതിനു മുമ്പ് എങ്ങനെയാണ് നമ്മൾ ദാസന്മാരെന്ന് പറയാൻ പറ്റുന്നത് എന്ന് ചിന്തിക്കാൻ ഒരു വാക്യം നമുക്ക് വായിക്കാം. അത് രൂത്തിന്റെ പുസ്തകമാണ്. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിച്ചാണ്. രൂത്ത് 2:8. ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടം വിടുകയും വേണ്ട, ഇവിടെ എന്റെ ബാല്യക്കാരത്തികളോട് ചേർന്ന് കൊള്ളുക. മതി. അത്രയും മതി. രൂത്ത് ബത്ലഹേമിലേക്ക് വന്നിരിക്കുകയാണ്. നേരത്തെ ആയിരുന്നത് മോവാബിലാണ്. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, അത് നമുക്ക് ഏറെ സമയം എടുത്തു പോകും എന്നുള്ളതുകൊണ്ട് തന്നെയല്ല, നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അതുകൊണ്ട് ഒരുപാട് വിശദീകരണത്തിന്റെ ആവശ്യം ഇല്ല. മോവാബിൽ നിന്ന് ഇപ്പോൾ ബത്ലഹേമിലേക്ക് വന്നിരിക്കുകയാണ്. മോവാബിനെ കുറിച്ച് സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നത് 108:9 വായിക്കണ്ട.
എഴുതിയിരിക്കുന്നത് മോവാബ് വാഷ് ബേസിനാണെന്നാണ്. മോവാബ് കഴുകാനുള്ള വട്ടക എന്നാണ് മലയാളത്തിൽ, ഇംഗ്ലീഷിൽ വാഷ് ബേസിനാണ്. അപ്പൊ വാഷ് ബേസിൻ പോലൊരു സ്ഥലത്താണ് അവൾ ജനിച്ച് ജീവിച്ചത്. അത് 1-ാം അധ്യായത്തിൽ അതാ കാണുന്നത്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ബത്ലഹേമിൽ വരുന്നത് കാണുന്നത്. ബെത്ലഹേം എബ്രായ ഭാഷയിൽ ബത്ലഹേം എന്നുള്ളത് 2 പദം ചേർന്ന, ഒന്ന് ബെയ്ത്ത്, മറ്റൊന്ന് ലഹേം. ബെയ്ത്ത് എന്നുള്ള വാക്ക് അറബി നാട്ടിലുള്ളവർക്കെല്ലാം നല്ല പരിചയമാണ്. അറബിയിലും എബ്രായ ഭാഷയിലും ബെയ്ത്തിന് ഒരു അർത്ഥമാണ്. ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ വീടെന്നാണ് അർത്ഥം. അറബി ഭാഷയിലും ബെയ്ത്ത് വീടാണ്. ലഹേം എന്ന് പറഞ്ഞാൽ അപ്പം എന്നാണ്. അപ്പൊ അപ്പത്തിന്റെ വീടാ, എല്ലാവർക്കും അത് അറിയാം. ബത്ലഹേം എന്നുള്ള വാക്കിന്റെ അർത്ഥം അപ്പം, അപ്പത്തിന്റെ വീടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരല്പം കൂടെ ചിന്തിക്കണം, അപ്പം ആരാണ്? അപ്പം യേശുക്രിസ്തുവാണ്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അപ്പോ അപ്പത്തിന്റെ വീടെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വീടെന്നാണ്, അഥവാ ദൈവഭവനം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ മോവാബിലായിരുന്ന പെൺകുട്ടി ഒരു ദിവസം ബെയ്ത്ത്ലഹേമിൽ വരികയാണ്, അഥവാ അപ്പത്തിന്റെ വീട്ടിൽ, അഥവാ ദൈവഭവനത്തിൽ അവൾ വന്നു. എങ്ങനെയാ വന്നെന്നൊക്കെ 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമുണ്ട്. അതിലേക്ക് പോയാൽ ഏറെ സമയം എടുക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവള് ഒരു ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്ത്, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് തീരുമാനമെടുത്താ വരുന്നത്. അങ്ങനെ മാത്രമേ ഒരാൾക്ക് ദൈവഭവനത്തിൽ വരാൻ പറ്റത്തുള്ളൂ, ദൈവ കുടുംബത്തിൽ വരാൻ പറ്റൂ. നമ്മൾ യോഹന്നാൻ 1:12 വായിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. ദൈവ മക്കളാകുവാൻ, ദൈവ കുടുംബത്തിലാകുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു എന്റെ കർത്താവ് എന്ന് നമ്മൾ സ്വീകരിക്കണം. പഴയ നിയമത്തിലാണ് യഹോവയായ ദൈവം എന്റെ ദൈവം എന്ന് സ്വീകരിക്കണം. അവൾ അങ്ങനെ സ്വീകരിച്ചു. അത് 1:16 പിന്നെ വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ വന്നപ്പോൾ അവളെ വിളിച്ചിരിക്കുന്നത് മലയാളത്തിൽ, ഞാൻ സാറിനെ ഓർപ്പിക്കാറുണ്ട്, മലയാളത്തിൽ അവർ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് വിട്ടുപോയി. കേട്ടോ മകളെ എന്നേ മലയാളത്തിൽ നമ്മൾ കാണുന്നുള്ളൂ. ഇംഗ്ലീഷ് ബൈബിൾ ഉള്ളവർ നോക്കിയാൽ അറിയാം, ലിസൺ മൈ ഡോട്ടർ, കേട്ടോ എന്റെ മകളെ എന്നാണ്. ദൈവ കുടുംബത്തിലേക്ക് വരുന്നവരെ സ്വർഗത്തിലെ ദൈവം സ്വീകരിക്കുന്നത് എന്റെ മകനെ, എന്റെ മകളെ എന്ന് പറഞ്ഞ, പ്രൈസ് ദി ലോർഡ്, എത്ര മനോഹരമാണത്. ദൈവഭവനത്തിലേക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു സ്വന്തം മകനും സ്വന്തം മകളും, ഞാൻ ഓർപ്പിക്കാറുണ്ട്, ഈ എന്റെ മകളെന്നും മകളെന്നും പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്, ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മുടെ മക്കളുടെയൊക്കെ പ്രായത്തിലുള്ള ആരെ വേണേലും നമുക്ക് മകളെ എന്ന് വിളിക്കാം, പക്ഷേ മകനെ എന്ന് വിളിക്കാം. പക്ഷെ നമ്മുടെ മക്കളെ മാത്രമേ നമുക്ക് എന്റെ മകനെ എന്റെ മകളെ എന്ന് വിളിക്കാൻ പറ്റൂ. അപ്പൊ അത്ര ഒരു പേഴ്സണൽ റിലേഷനാണ് നമുക്ക് സ്വർഗത്തിലെ ദൈവവുമായിട്ട് രക്ഷിക്കപ്പെടുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ വന്നിരിക്കുകയാണ്, അവള് വന്നിരിക്കുകയാണ് ഇവിടെ ബെയ്ത്ത്ലഹേം. അങ്ങനെയാണ് അവള് ബെയ്ത്ത്ലഹേമിൽ വന്നത്, ദൈവഭവനത്തിൽ വന്നത്. അപ്പൊ മകളെ എന്ന് പറഞ്ഞ അവളെ വിളിച്ച, അതാണ് അവിടെ പൊസിഷൻ. പക്ഷെ തൊട്ടടുത്ത് അവളോട് പറഞ്ഞത് വായിച്ചല്ലോ, നമ്മൾ വായിച്ചു കേട്ടു, അത് ഞാനങ്ങ് പറയുന്നേ ഉള്ളൂ. അവളോട് പറയുന്നത്, എന്റെ ബാല്യക്കാരോട് ചേർന്ന് കൊള്ളുക, ജോയിൻ ടു മൈ സെർവൻസ്, എന്റെ ബാല്യക്കാരോട് ചേർന്ന് കൊള്ളുക, എന്റെ ദാസന്മാരോട്, എന്റെ ദാസിമാരോട് ചേർന്ന് കൊള്ളാനാ പറയുന്നത്. അപ്പോൾ പൊസിഷനിൽ അവൾ മകളാണ്, പക്ഷേ ശുശ്രൂഷയിൽ അവൾ ദാസിയുമാണ്. നമ്മളെല്ലാം അങ്ങനെയാണെന്ന് ഓർക്കണം. ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്താട്ടെ, നമ്മളെല്ലാം ദൈവത്തിന്റെ ദാസന്മാരും ദൈവത്തിന്റെ ദാസിമാരുമാണ് എന്ന് പറഞ്ഞാൽ അതിലൂടെ എന്താ ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാരും കർത്താവിന്റെ വേല ചെയ്യേണ്ടവരാണ്. ചെയ്തേ മതിയാവും. രക്ഷിക്കപ്പെട്ടാൽ, നമ്മള് ഈ രൂത്തിന്റെ കാര്യം നോക്കിക്കൊണ്ട് തൊട്ടു മുകളിലത്തെ വാക്യം 7-ാം വാക്യം വായിക്കാമെങ്കിൽ അറിയാം, അവൾ ബത്ലഹേമിൽ വന്ന് ഒട്ടും താമസിച്ചില്ല, അപ്പൊ തന്നെ അവൾ വേലക്കിറങ്ങി. ഇത് ഒന്നുകൂടെ 7-ാം വാക്യം ഒന്ന് വായിച്ചു, നമുക്കത് വളരെ പ്രചോദനം തരുന്നതാണ്. അതുകൊണ്ട് 7-ാം വാക്യം ഒന്ന് വെച്ചു. രൂത്ത് 2:7, രൂത്തിന്റെ പുസ്തകം 2:7. അവൾ ചോദിച്ചു, അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു, വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ ഉത്തരം പറഞ്ഞു. മതി, നോക്ക്, വീട്ടിൽ അല്പനേരം വന്നു, താമസിയാതെ വയലിലേക്ക് അങ്ങ് ഇറങ്ങുക കേട്ടോ. ഓർത്താണ്, ദൈവമക്കളായ നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട് ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് വയലിലോട്ട് ഇറങ്ങിക്കോണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷകൾ ചെയ്തിരിക്കണം. ഇതാണല്ലോ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാവരും അത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കർത്താവിന്റെ വയലിലായിരിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേല മതി, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നും ചെയ്യണ്ട. അങ്ങനെയാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് ആവുന്നതിന്റെ ബെസ്റ്റ്
മസ്റ്റ് നമ്മൾ ചെയ്തിരിക്കണം. നമുക്ക് ഇപ്പൊ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ തന്നെ കൂട്ടുകാരോട് ദൈവവചനം പറയാം. ഇനി അതിന് പറയാൻ അവർക്ക് വിഷമം ഉണ്ടെങ്കിൽ ഒരു ട്രാക്റ്റുമായിട്ട് അങ്ങ് പോയാൽ മതി. ആൺകുട്ടികളാണെങ്കിൽ അവരുടെ പോക്കറ്റിൽ ഒരു ട്രാക്റ്റിന്റെ ഹെഡിങ് കാണത്തക്കവണ്ണം ഇച്ചിരി ഉയർത്തി പോക്കറ്റിൽ വെച്ചാൽ കൂട്ടുകാർ ചോദിക്കുന്നത് എന്താന്ന് ചോദിക്കും, അവർക്ക് അങ്ങോട്ടങ്ങ് കൊടുക്കാം. പെൺകുട്ടികളാണെങ്കിൽ അവരുടെ ബുക്കിനകത്ത് ഇച്ചിരി പുറത്തോട്ട് അതിന്റെ ഹെഡിങ് കാണത്തക്കവണ്ണം നീട്ടി വെച്ച് കഴിഞ്ഞാൽ ആ കൂട്ടുകാരൊക്കെ ചോദിക്കും അതെന്താ കാണുന്നത്, അപ്പൊ അത് എടുത്തങ്ങ് കൊടുക്കാം. അങ്ങനെയെങ്കിലും ഒരു ട്രാക്റ്റ് കൊടുക്കാൻ അവർക്ക് പ്രാർത്ഥിക്കാനേ കഴിയുമെങ്കിൽ അത് മതി. അല്ലെങ്കിൽ നമുക്ക് ഭവനങ്ങൾ സന്ദർശിക്കാമെങ്കിൽ അങ്ങനെ, അല്ലെ കവലെ പ്രസംഗിക്കാമെങ്കിൽ അങ്ങനെ, നമുക്ക് എന്ത് ചെയ്യാമോ അത് ചെയ്താൽ മതി. പക്ഷെ അത് ചെയ്തിരിക്കണം. പ്രാർത്ഥിക്കാനേ കഴിയും, അത് മതി. അല്ല നമുക്ക് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാനേ കഴിയൂ, അത് മതി. കൊടുക്കാനേ കഴിയൂ എങ്കിൽ അല്ല എനിക്ക് പോകാൻ കഴിയുമെങ്കിൽ ഞാൻ പോയിരിക്കണം എന്നുള്ളത്. അപ്പം ഈ നിലയിൽ എല്ലാവരും കർത്താവിന്റെ വേല ചെയ്തേ മതിയാകുകയുള്ളൂ. അതിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അത് ഓർക്കണം, നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇനിയും ബൈബിളിലൊക്കെ ഞാൻ അങ്ങോട്ട് പോയ ഒത്തിരി സമയം എടുക്കും. മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കേണ്ടി വരുമായിരിക്കും. ദൈവത്തെ ഇപ്പൊ യോശുവ പറയുന്നു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. സേവിക്കുക എന്നൊരു വാക്കാണ് എബ്രായലേഖനത്തിലൊക്കെ ഉണ്ടത്. നമുക്ക് ചിലപ്പോൾ ആവശ്യം വരുമെന്നൊരു നോക്കാതെ. ഈ സേവിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് രണ്ടർത്ഥം ഒരുപോലെ ഉണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് വേല ചെയ്യുക, രണ്ട് ആരാധിക്കുക. വേല ചെയ്തുകൊണ്ട് വേണം ആരാധിക്കാൻ, വേല ചെയ്യുന്നവർ വേണം ആരാധിക്കുവാൻ. വേലയും ഒരു ആരാധനയാണ്. അത് ദൈവത്തിന്റെ വചനമൊക്കെ ശരിക്കും പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. കർത്താവിന്റെ വേല ചെയ്യുന്നത് ഒരു വർഷിപ്പാണത്. വേല ചെയ്തുകൊണ്ട് വേണം കർത്താവിനെ ആരാധിക്കുവാൻ എന്നുള്ളതാണ്. കേവലം ആരാധന മാത്രമല്ല കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അതും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വേല ചെയ്യുന്നവരായിരിക്കണം. അപ്പോൾ തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ സകല ദൈവമക്കൾക്കുമാണ്. പക്ഷെ അവിടെ ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിൽ ആ പദം ഉപയോഗിക്കാൻ കാരണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ പദം ഉപയോഗിക്കാനുള്ള കാരണം നമ്മളെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എല്ലാവരും വേല ചെയ്യണം എന്നത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോ ഓർത്തു. ഒന്ന്, ആരാണ് എഴുതിയത്. രണ്ട്, ആർക്കാണ് എഴുതിയത്. മൂന്ന്, എന്നാണ് എഴുതിയത്. അത് വേദപണ്ഡിതന്മാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനേ നിവർത്തിയുള്ള വേദപുസ്തകമൊക്കെ ധാരാളമായി പഠിക്കുന്ന, റിസർച്ച് ചെയ്യുന്ന ദൈവദാസന്മാർ പൊതുവെ പറയുന്നത് AD 95-96 കാലഘട്ടത്തിലാണ് ഇത് എഴുതിയത്, നമുക്ക് വേണ്ടി എഴുതിയത് എന്നുള്ളതാണ്. നമുക്കത് അംഗീകരിക്കാം. അനേക വേദ പഠിതാക്കളും അങ്ങനെയാണ് പറയുന്നത്. മൂന്നാമതായിട്ട് എവിടെ ഇരുന്നാണ് ഇത് എഴുതിയത് എന്നുള്ളതാണ്. ഈ പുസ്തകം നമുക്ക് വേണ്ടി എവിടെ ഇരുന്നാണ് എഴുതിയത്. അത് എഴുതിയിരിക്കുന്ന 9-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 1-ാം അധ്യായം 9-ാം വാക്യം വായിക്കാം. 1:9. കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. മതി, അത്രയും മതി. അപ്പൊ അവിടെയാണ് എവിടെ ഇരുന്ന എഴുതിയെന്നുള്ളത് അവിടെ തന്നെയുണ്ട്. പത്മോസ് എന്ന് പറയുന്ന ദ്വീപിലാണ്. അത് നമ്മൾ ആ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഡൊമീഷ്യൻ ചക്രവർത്തി, റോമൻ സാമ്രാജ്യമാണ് 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത്. അവിടെ എന്ത് കാരണത്താലാണ് തന്നെ അവിടേക്ക് നാട് കടത്തിയത് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവവചനാനുസരണം ജീവിക്കുകയും സുവിശേഷം പറയുകയും ചെയ്തതിന്റെ പേരിലാണ് തന്നെ നാട് കടത്തിയിരിക്കുകയാണ്. 3 കടലിന്റെ നടുക്കുള്ള ഈജിയൻ കടൽ, കരിങ്കടൽ, മെഡിറ്ററേനിയൻ കടൽ, ഈ 3 കടലിനെ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഈ പത്മോസ് എന്ന് പറയുന്നത്. അത് വളരെ ചെറിയൊരു സ്ഥലമല്ല. ഞാനും പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് 4-5 ഏക്കർ കൂടിയ കാണുന്ന ഒരു സ്ഥലമെന്ന്. 10 മൈൽ നീളവും 6 മൈൽ വീതിയുമുള്ള ഒരു അല്പം വലിയൊരു കരിമ്പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലമാണ്. നാട് കടത്തപ്പെടുന്ന സ്ഥലമാണ്. അവിടെ പോകുന്നവരൊക്കെ മരിച്ചു പോവുകയാണ് പതിവ്. അപ്പോൾ അവിടെ ഇരുന്നാണ് താൻ എഴുതിയത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവിടെയാണ് താൻ ഈ ലേഖനം, അവിടെ ഇരുന്നാണ് ഈ വെളിപ്പാട് പുസ്തകം, ഈ പ്രവചന പുസ്തകം എഴുതുന്നത്. അത് അങ്ങനെ പറയുമ്പോൾ എൻ്റെ നേരെ വന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത് അവിടെ ഇതൊക്കെ എഴുതാനുള്ള സൗകര്യം ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം ഒത്തിരി പേര് എന്നോട് ചോദിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ മനസ്സിലത് വരാം, അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. വേദപുസ്തകം പഠിക്കുന്നവർക്ക് ഒത്തിരി സംശയങ്ങളൊക്കെ വരും, പഠിക്കുന്നവർക്കേ വരികയുള്ളൂ. അപ്പോൾ ചോദ്യം ഇതാണ്, അവിടെ ഇതൊക്കെ എഴുതാനുള്ള, അവിടെ ഇരുന്ന് ഈ പുസ്തകമൊക്കെ എഴുതാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
കാരണം ഇരിക്കാൻ ഒരു സ്ഥലമുണ്ടോ, വെച്ചെഴുതാനുള്ള ഒരു സംവിധാനമുണ്ടോ, പിന്നെ എഴുതാനുള്ള പേപ്പർ ഉണ്ടോ, അന്നത്തെ കാലത്ത് എഴുതുന്ന പേപ്പർ ഏതോ അത്, നമ്മുടെ ഇന്നത്തെ പോലുള്ള പേപ്പറല്ല, എഴുതാനുള്ള പേനയുണ്ടോ, മഷിയുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ എഴുതാനുള്ള സൗകര്യം ഉണ്ടോ എന്നുള്ളത്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്, എഴുതാൻ പറഞ്ഞവൻ എഴുതാനുള്ള സകല സംവിധാനം കൊടുത്തിരിക്കും. സിമ്പിൾ ആൻസർ അതാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ഒരുപാട് അനുഗ്രഹീത പാഠങ്ങൾ നമുക്ക് ഇതിലൊക്കെ ലഭിക്കുന്നതാണ്. അവിടെ നമ്മൾ 11-ാം വാക്യം നേരത്തെ ഒന്ന് വായിച്ചാണ്, അതുകൊണ്ട് ആവർത്തിച്ച് വായിക്കുന്നില്ല. ഞാൻ കാണിച്ചു തരുന്നത്, നീ കാണുന്നത് എഴുതാൻ പറഞ്ഞെങ്കിൽ എഴുതാൻ പറഞ്ഞവന് എഴുതാനുള്ള മുഴുവൻ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ആ പറഞ്ഞ ആളിന്റെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ കർത്താവ് ഭറവോനല്ല. നമ്മുടെ കർത്താവ് ഭറവോനെ പോലെ ഒരാളല്ല. അതായത് റോ മെറ്റീരിയൽസ് കൊടുക്കാതെ പ്രൊഡക്ഷൻ ഉണ്ടാവണമെന്ന് പറയുന്ന ഒരാളല്ല നമ്മുടെ ദൈവം. നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാനുള്ള കൃപ, അതിന് ചെയ്യാനുള്ള ശക്തി, അതിന് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, സംവിധാനങ്ങൾ എല്ലാം തരുന്ന സർവശക്തനാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് ആ ചോദ്യത്തിന് ഈ നിലയിൽ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. പറഞ്ഞെങ്കിൽ, എഴുതാൻ പറഞ്ഞവൻ സർവശക്തനാണ്, സർവജ്ഞാനിയാണെങ്കിൽ എഴുതാനുള്ള സംവിധാനം കൊടുത്തു. ഇനി നമുക്ക് 1-2 ഉത്തരം കൂടെ വേണേ പറയാവുന്നേ ഉള്ളൂ. മറ്റൊരു ഉത്തരം, പൗലോസ് അപ്പോസ്തലൻ ജയിലിൽ ഇരുന്നുകൊണ്ടാണ് 4 ലേഖനങ്ങൾ എഴുതിയായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മ വരുന്നത് എഫേസ്യര്, കൊലോസ്യര്, ഫിലിപ്പിയ, ഫിലമോൻ. ഈ 4 ലേഖനങ്ങൾ താൻ ജയിലിൽ ഇരുന്നുകൊണ്ടാണ് എഴുതിയത്. ഈ ജയിലിൽ ഇത് എഴുതാൻ എന്നാ സൗകര്യം? അവിടെ ഇരിക്കാൻ വേണ്ട സ്ഥലമുണ്ട്. ഇന്നത്തെ ജയിലൊന്നും അല്ലെന്ന് ഓർക്കണം. അന്നത്തെ ജയിൽ, 1-ാം നൂറ്റാണ്ടിലെ ജയിൽ എന്തായിരിക്കും? ഇന്നേക്കൊരു 100 വർഷം 200 വർഷം മുമ്പുള്ള ജയിലിന്റെ സ്ഥിതി നമ്മുടെ നാട്ടിലൊക്കെ തന്നെ എന്താ? അങ്ങനെയാണെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ സ്ഥിതി എന്താണ്? ഇരിക്കാൻ സ്ഥലമുണ്ടോ? വെച്ചെഴുതാൻ സ്ഥലമുണ്ടോ? പേപ്പറുണ്ടോ? പേനയുണ്ടോ? പക്ഷെ 4 ലേഖനങ്ങൾ നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് 4 ലേഖനങ്ങൾ ജയിലിൽ കിടന്നുകൊണ്ട് എഴുതിയാണ്, ജയിലിൽ ഇരുന്നുകൊണ്ട് എഴുതിയാണ്. അപ്പോ ജയിലിൽ ഇരുന്നുകൊണ്ട് ഒരു സൗകര്യം ഇല്ലാത്തടത്ത് ഇരുന്ന് എഴുതത്തക്കവണ്ണം ദൈവം അതിനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചെങ്കിൽ ഇവിടെ പത്മോസിലും ദൈവത്തിന് അത് ക്രമീകരിക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് യുക്തിപരമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മറ്റൊരു ഉത്തരമാണ്. ഇനിയും എന്റെ മനസ്സിൽ പിന്നെയും വന്നൊരു ഉത്തരം, ഇതൊരു ദൈവദാസനാണ്. നമ്മളൊക്കെ നമ്മളെല്ലാം ദൈവദാസന്മാരാണ്. കർത്താവിന്റെ വേലയിൽ സജീവമായി നിൽക്കുന്നവരും ഉണ്ടല്ലോ. ഭൗതികമായി ജോലി ചെയ്യുകയും ആത്മീയ കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെയാണ് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്തവർ. പക്ഷെ പൂർണ്ണസമയമായിട്ട് വേർതിരിഞ്ഞ് കർത്താവിന്റെ വേല തന്നെ ചെയ്യുന്നവരുണ്ട്. അവരിപ്പോ ഷോപ്പിങ്ങിന് പോയാലും നിങ്ങൾക്കറിയാം ഒരു ബൈബിളും കൊണ്ടായിരിക്കും പോകും, അല്ലേ? സാധാരണ എങ്ങനെയായിരിക്കും? നമ്മൾ ഷോപ്പിങ്ങിന് ലുലു മാളിൽ പോവാം, പക്ഷെ നമ്മുടെ ബാഗിനകത്തൊരു ബൈബിള്, ഒരു നോട്ട്ബുക്ക് കാണും, നമ്മുടെ പോക്കറ്റിൽ ഒരു പേന കാണും. നമ്മുടെ പോക്കറ്റിലൊക്കെ സാധാരണ പേന കാണുമല്ലോ, എവിടെ പോയാലും ഒരു പേന കാണും. അതെന്തിനാ പേന? വെറുതെ അവിടെ പോകുന്നിടത്തെല്ലാം എഴുതാൻ പോകണം, എഴുതാനും ഒന്നും അല്ലെങ്കിലും ഒരു പേന അങ്ങനെ വെച്ചേക്കും. അപ്പോ യോഹന്നാൻ സ്നാപകനെ നാട് കടത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കർത്താവിന്റെ അനുഗ്രഹീതമായ ശുശ്രൂഷ കർത്താവിൽ നിന്ന് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാളാണ്. അതിന്റെ മനോഹാരിതയൊക്കെ ഭയങ്കരമാണ്. കർത്താവിൽ നിന്ന് ഒരുപാട് ഊർജം, കർത്താവിൽ നിന്ന് ഒരുപാട് കൃപ, കർത്താവിൽ നിന്ന് ഒരുപാട് ഉന്മേഷം പ്രാപിച്ചവരാണ് കർത്താവിന്റെ അപ്പോസ്തലന്മാരൊക്കെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് യോഹന്നാൻ അപ്പോസ്തലൻ. അപ്പൊ അദ്ദേഹം പത്മോസിലേക്ക് നാട് കടത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഹ്യൂമൻ റൈറ്റ്സ് എല്ലാ കാലത്തും ഉണ്ട്. അദ്ദേഹത്തിന് വായിക്കാൻ ഒരു പുസ്തകം, അത് ഉറപ്പായിട്ടും ബൈബിൾ ആയിരിക്കും. അദ്ദേഹം ആ കൂട്ടത്തിൽ കുറച്ച് പേപ്പറും പേനയും അത്യാവശ്യ കാര്യങ്ങളൊക്കെ അദ്ദേഹം കരുതി കാണും. കാരണം അവിടേക്ക് ഏകാന്തത്തിലേക്ക് വിടുക, എത്ര ദിവസം ജീവിക്കുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ എപ്പോഴും ദൈവദാസന്മാർക്ക് ഒരു ഒരുക്കമുണ്ട്. ദൈവമക്കൾക്ക് എല്ലാവർക്കും അതുണ്ടായിരിക്കണം. ഇപ്പൊ ദൈവദാസന്മാർ മാത്രമല്ല, എല്ലാവരും നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാറിൽ യാത്ര ചെയ്യണം, നമ്മുടെ വാഹനത്തിൽ ഒരു ബൈബിൾ ഇരിക്കണം, കേട്ടോ. നമ്മുടെ ഓഫീസിൽ ഒരു ബൈബിൾ ഉണ്ടായിരിക്കണം. എപ്പോഴാണ് ആരോട് ഒരു വാക്ക് പറയാൻ, ദൈവത്തിന്റെ വചനത്തിൽ ഷെയർ ചെയ്യാൻ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഒരു കരുതൽ എപ്പോഴും വേണം. നമ്മുടെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടായിരിക്കണം, ഒരു ചെറിയ നോട്ട്ബുക്ക് ഉള്ളത് നല്ലതാണ്, ഒരു പേനയുള്ളത് നല്ലതാണ്. ഇതൊക്കെ സൗകര്യമാണ്. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ പോലും പലരും ബൈബിള് ഉപയോഗിക്കാത്തവരുണ്ട്, ബൈബിള് തുറന്നു നോക്കാത്തവരുണ്ട്, ബൈബിള് ഒരു വാക്യം പറഞ്ഞാൽ എടുക്കാത്തവരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും ഇതൊക്കെ കേട്ടു മനസ്സിലായി, എപ്പോ വേണേലും ഇത് നമുക്ക് ഇനി അങ്ങോട്ട് പറയാൻ പഠിപ്പിക്കാൻ, ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് മറക്കും. അത് നമ്മുടെ മനുഷ്യ
സാധാരണ സ്വഭാവമല്ലത്. മനുഷ്യന്റെ കഴിവ് അത്രയേ ഉള്ളൂ. നമ്മളൊക്കെ ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് മറന്നു പോകും. അപ്പൊ അത് മറക്കാതിരിക്കണമെങ്കിൽ തിരിച്ചും മറിച്ചും ഒക്കെ പറയുന്ന റെഫറൻസ് ഒക്കെ നോക്കി, അത് നമ്മുടെ ഇരിക്കുന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നത് നോട്ട് ചെയ്തോ, എന്ത് പേന വെച്ചൊന്ന് എഴുതി, പല കളറുള്ളത് വെച്ചൊക്കെ എഴുതി, അങ്ങനെയൊക്കെ മാത്രമേ നമ്മൾ പിന്നെ അത് തിരിഞ്ഞു നോക്കി അങ്ങനെ പഠിക്കാൻ പറ്റും. അപ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ അവിടേക്ക് പോയെങ്കിൽ ഒരു ചെറിയ കരുതൽ അങ്ങനെയും ചിന്തിക്കാം. അങ്ങനെ വേണമെന്നൊന്നുമില്ല. നേരത്തെ ആദ്യം പറഞ്ഞ ഉത്തരം ധാരാളമാണ്. ഇനി വേറൊരു വ്യാഖ്യാനം ഞാൻ കേട്ടിട്ടുള്ളത്, നമ്മളിപ്പോൾ 9-ാം വാക്യം വായിച്ച് ശ്രദ്ധിച്ചല്ലോ. അവിടെ പറയുന്നത്, യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു എന്നാണ് അവിടെ ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന് അല്ല എഴുതിയെന്ന് പറയുന്നവരുമുണ്ട്. ആയിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഞാൻ ആയിരുന്നു. ഇപ്പൊ ഞാൻ അവിടെയല്ല. നമുക്കറിയാം, ഡൊമീഷ്യൻ ചക്രവർത്തി മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മടങ്ങി വരാൻ ഉള്ള അവസരം കിട്ടി. ദ്വീപിൽ നിന്ന്, പത്മോസിൽ നിന്ന് മടങ്ങി വരാനുള്ള അവസരം ഉണ്ടായതറിയാം. പിന്നെ എന്താ കുറച്ച് നാളോട് ജീവിച്ചിരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പിന്നീടാണ് എഴുതിയെന്ന് പറയുന്നവരും ഉണ്ട്. അങ്ങനെയും വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അങ്ങനെ വേണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ആദ്യം ചിന്തിച്ചതാണ് നല്ല. എഴുതാൻ പറഞ്ഞവൻ അത് എഴുതാനുള്ള കൃപ നൽകും. നമ്മളോട് എന്ത് ശുശ്രൂഷ കർത്താവ് തരുമോ? ആത്മീയ ശുശ്രൂഷയായാലും ഭൗതികമായാലും നമുക്ക് ദൈവം തരുന്നത് ദൈവം തരേണ്ടത്. ഒരു ഭൗതിക ശുശ്രൂഷ പോലും ദൈവം തരാത്തത് നമുക്ക് വേണ്ട കേട്ടോ. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ. ഈ ചെറിയ ജോലിയിൽ അവിടെയൊക്കെ ജോലി ചെയ്യുന്നവരാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില മാനസിക സംഘർഷങ്ങളൊക്കെ പലർക്കും ഉണ്ടാവില്ല. ഞാനും വിദേശത്ത് അല്പനാളുകൾ ജോലി ചെയ്തിട്ടുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുൻപാണെന്നുള്ളത് ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം. അപ്പൊ ആ ടെൻഷൻ, കർത്താവ് തന്ന ജോലി മതി. അത് ചെറുതോ അത് വലുതോ, ശമ്പളം ചെറുതോ വലുതോ ഒന്നും ഒരു പ്രശ്നമല്ല. കർത്താവ് തന്ന ചെറിയ ജോലിയാണ് നമ്മൾ വളഞ്ഞ വഴി കൂടെ സമ്പാദിക്കുന്ന വലിയ ജോലിയേക്കാൾ നല്ലതെന്ന് നമ്മൾ ഓർത്തോണം. ദൈവം തരുന്നത് സമ്പാദ്യം മതി, ദൈവം തരുന്ന സമ്പത്ത് മതി. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. അപ്പോൾ ഒരു ശുശ്രൂഷ ദൈവം തന്നാൽ അത് ചെയ്യാനുള്ള, അത് ആത്മികമാകട്ടെ ഭൗതികമാകട്ടെ, ചെയ്യാനുള്ള കൃപയും സ്വർഗത്തിലെ ദൈവം ഉറപ്പായി നൽകും എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അടുത്തത്, എന്തിനാണ് ഈ ലേഖനം തന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആരെഴുതി എന്ന് ചിന്തിച്ചു, ആർക്ക് എഴുതി എന്ന് ചിന്തിച്ചു, എന്ന് എഴുതിയെന്ന് ചിന്തിച്ചു, എവിടെ ഇരുന്ന് എഴുതി എന്ന് ചിന്തിച്ചു. ഇനിയും ഒരു കാര്യം കൂടെ ഉള്ളൂ ആ നിലയിൽ ചിന്തിക്കാനായിട്ടുള്ളത്. അത് എന്തിനാണ് ഇത് എഴുതിയത് എന്നുള്ളതാണ്. എന്തിനാണ് എഴുതിയത്? നമുക്ക് 1-ാം വാക്യമാണ് ഒന്നുകൂടൊന്ന് നോക്കേണ്ടത്. ഒന്നുകൂടൊന്ന് വായിച്ചായിട്ട് 1-ാം വാക്യം 1:1. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. ആദ്യ ഭാഗത്ത് തന്നെ ഉണ്ട്, ശ്രദ്ധിച്ച് കാണുമല്ലോ. വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടത്. അതിനാ ഇത് എഴുതിയത്. അതാണ് ഇത് യോഹന്നാനെ കൊണ്ട് എഴുതിപ്പിച്ചത്. അതിനു വേണ്ടിയാണ് വേഗത്തിൽ സംഭവിക്കാനുള്ളത്. ഇനി ഭാവി കാലത്ത് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കുക എന്നതാണ് ഉദ്ദേശം. ഇനി എന്താ ശരിക്കും പറഞ്ഞാൽ ദൈവമക്കളെ നമ്മളെ സംബന്ധിച്ച് വേഗത്തിൽ സംഭവിക്കാനുള്ളത് എന്താണ്? അത് കർത്താവിന്റെ മധ്യാകാശ വരവാണ്. പിന്നെ അതിനെ തുടർന്ന് പല കാര്യങ്ങളുണ്ട്. മധ്യാകാശ വരവ്, തുടർന്ന് മഹാപീഡനം, മഹത്വ പ്രത്യക്ഷത, 1000 ആണ്ട് വാഴ്ച, വെള്ളസിംഹാസനം, പുതിയ ആകാശ പുതിയ ഭൂമി, അതിലേക്ക് ഇറങ്ങി വരുന്ന പുതിയ യെരൂശലേം. അപ്പൊ ഇങ്ങനെ ഇതൊക്കെയാണ് ഭാവികാല സംഭവം. പക്ഷെ ഇതിൽ ഇനി ആദ്യം നടക്കേണ്ടത് ഏതാണ്? ആദ്യം നടക്കേണ്ടത് കർത്താവിന്റെ മധ്യാകാശ വരവാണ്. നമ്മളിപ്പോൾ അതാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിപ്പാനാണ്. നമ്മൾ ഓർക്കയുണ്ടായി, ഇത് എഴുതിയത് AD 95 എന്നങ്ങ് വിചാരിക്കുക, അല്ല 96, AD 95 96 എഴുതിയത്. എന്നിട്ട് അന്ന് പറഞ്ഞത് വേഗത്തിൽ സംഭവിക്കാൻ പോവാന്നാ പറഞ്ഞത്, വേഗത്തിൽ സംഭവിക്കാനുള്ളത്. പക്ഷെ ഇപ്പൊ എത്ര വർഷമായി? 1925 എന്നങ്ങ് കൂട്ടാം, 25 26 എന്നൊക്കെ വരും, ഒരു റൗണ്ട് ചെയ്ത് 25. ഇതാണോ വേഗത്തിൽ സംഭവിക്കാനുള്ളതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്താ മറുപടി പറയാ? AD 95 വേഗത്തിൽ സംഭവിക്കാനുള്ളത് അറിയിപ്പാനാണ് ഇത് എഴുതിയത്, ഈ പുസ്തകം എഴുതി തന്നിരിക്കുന്നതെന്ന് പറയാണ്. പക്ഷേ ഇതുവരെയായിട്ടും ഒന്നും നടന്നില്ല. ഇതാണോ വേഗം എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ, ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ അതിന് മറുപടി പറഞ്ഞേ മതിയാകുകയുള്ളൂ.
നമ്മളെന്താ സാധാരണ മറുപടി പറയുന്നത് എന്ന് ചോദിച്ചാൽ, ചിലർ അധികം പേരും പറയുന്ന മറുപടി എന്താന്ന് ഞാൻ പറയാം. അതിന് 2 പത്രോസിന്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. എന്നാൽ പ്രിയമുള്ളവരെ, ആ. കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും ആ. 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നുവെന്ന ഈ കാര്യം നിങ്ങൾ മറക്കരുത്. അത് അധികം പേരും പറയുന്ന ഒരു മറുപടിയാണ് ഇത്. എന്താ മറുപടി? അത് 2-ാം ഭാഗമേ പറയത്തുള്ളൂ. 1000 സംവത്സരം കർത്താവിന് ഒരു ദിവസം പോലെ ഇരിക്കുന്നു. അപ്പൊ ഇപ്പം 2 ദിവസമേ 2000 വർഷമല്ലേ ആയുള്ളൂ. ഇത് പറഞ്ഞിട്ട് ഇപ്പൊ 1925 ആയുള്ളൂ. അപ്പൊ 2 വർഷം ആയിട്ടില്ല എന്നുള്ളതാണ്. 1000 വർഷവും 1000 സംവത്സരം ഒരു ദിവസം പോലെ, അപ്പൊ 2 ദിവസവും ആയിട്ടില്ല. പക്ഷെ അതിനകത്ത് തന്നെ എന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ നമ്മൾ കണ്ടു? ഒരു ദിവസം 1000 സംവത്സരം പോലെയെന്നും അതേ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം 1000 സംവത്സരമാണെങ്കിൽ 7 ദിവസം, ഒരാഴ്ച വരുമ്പോഴത്തേക്ക് 7000 ഒരു മാസം വരുമ്പോഴത്തേക്ക് 30,000. അപ്പൊ അത് മറുപടി അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് 100 വർഷം ത്തിൽ താഴെ മാത്രം ജീവിച്ചിരിക്കുന്ന നമുക്ക് 1000 വർഷമോ 2000 വർഷമോ ഒക്കെ വലിയ കാലയളവാണ്. പക്ഷേ കാലപരിമിതി ഇല്ലാത്ത ദൈവം, കാലാതീതനായ ദൈവം, ആ ദൈവത്തിന് 1000 വർഷമോ 2000 വർഷമോ 10,000 വർഷമോ ഒന്നും വലിയൊരു സമയം അല്ല. അത് നമ്മൾ ഓർക്കണം. നമുക്കാണ് ഈ വേഗത്തിൽ നിന്ന് പറഞ്ഞു ഇപ്പൊ 2000 കൊല്ലം, അയ്യോ എന്ത് നീണ്ടുപോയെന്ന്. ദൈവത്തിന് അതൊന്നുമല്ല. ദൈവത്തിന് കാലപരിമിതിയില്ല. എന്നാൽ നമുക്കും ഒരു സമാധാനം ഉണ്ടാകണമല്ലോ. അല്ലെ, നമ്മൾ ദൈവവചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെ നിരാശനാക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നമുക്കും മതിയായ ഉത്തരം ദൈവത്തിന്റെ വചനത്തിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു വാക്യം ഒന്ന് നോക്കിയിട്ട് ഞാൻ അതിന്റെ കൃത്യമായ ഉത്തരം പറയാം. അപ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് മനസ്സിലാകും. 90-ാം സങ്കീർത്തനം അതിന്റെ 4-ാമത്തെ വാക്യം, 90-4. 1000 സംവത്സരം ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നോക്കുക, അവിടെയാണ് നമുക്ക് മറുപടി ലഭിക്കുന്നത് നമ്മുടെ ചോദ്യത്തിന്. അയ്യോ, അല്ലെങ്കിൽ ഏകദേശം 2000 വർഷത്തോളമായി വേഗത്തിൽ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും നടന്നില്ല, ഇതാണോ വേഗം എന്ന ചോദ്യത്തിന് ഉത്തരം അവിടെയുണ്ട്. നമ്മൾ വായിച്ചു, അവിടെ 1000 സംവത്സരം ഒരു ദിവസം പോലെ നമ്മൾ പത്രോസിൽ കണ്ട ഒരു ഭാഗം അവിടെ ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് 1000 സംവത്സരം രാത്രിയിലെ ഒരു യാമം പോലെ ഇരിക്കുന്നെന്നാ പറയുന്നത്. 1000 സംവത്സരം രാത്രിയിലെ ഒരു യാമം. യാമം എന്ന് പറയുന്നത് സാധാരണ രാത്രിയിലാണ് യാമം കണക്കാക്കുന്നത്. ഒരു രാത്രിയിൽ 4 യാമമുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു യാമം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. സാധാരണ രാത്രിയിലാണ് യാമം പറയുന്നത്. നമുക്ക് ബൈബിളിൽ തന്നെ 3-ാം യാമവും 4-ാം യാമത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. 4 യാമങ്ങളാണ് ഒരു രാത്രിക്കുള്ളത്. രാത്രി സാധാരണഗതി 12 മണിക്കൂറാണ്. അപ്പൊ ഒരു യാമം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്, അഥവാ 180 മിനിറ്റ് ആണ്. ഇനി അവിടെ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. 1000 സംവത്സരം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്, അല്ലെങ്കിൽ 180 മിനിറ്റ് ആണ്. അങ്ങനാണെങ്കിൽ ഞാൻ കൃത്യകണക്കിലേക്ക് ഇപ്പൊ പോകുന്നില്ല. 2000 വർഷമായെങ്കിൽ വെറും 6 മണിക്കൂർ തികഞ്ഞിട്ടില്ല. 1000 വർഷം 3 മണിക്കൂറാണല്ലോ. 2000 വർഷമാകുമ്പോൾ 2000 ആയിട്ടില്ല. അതുകൊണ്ട് 6 മണിക്കൂർ പോലും ഇതിനും തികഞ്ഞിട്ടില്ല. ആ കണക്കനുസരിച്ച് അപ്പൊ ദൈവത്തിന് അങ്ങനെയാണ്. ദൈവത്തിന് 1000 സംവത്സരം എന്ന് പറഞ്ഞാൽ ഒരു യാമം പോലെ ഉള്ളൂ. അപ്പൊ ഇപ്പോൾ 2000 വർഷം എന്ന് പറഞ്ഞാൽ 2 യാമം, അല്ലെ 6 മണിക്കൂർ തികഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ വേഗത്തിൽ നിന്ന് പറഞ്ഞ് തെറ്റിപ്പോയോ? കണക്കിന് വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഇത് പഠിക്കുമ്പോൾ നമുക്ക് സമാധാനം തരാൻ, ആശ്വാസം തരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഈ നിലയിലാണ് സഹായിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഇതിന്റെ ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾ പഠിക്കേണ്ട 5 കാര്യങ്ങളാണ് ഇപ്പോൾ ചിന്തിച്ചത്. 1, ആരെഴുതി, 2, ആർക്ക് എഴുതി, 3, എന്നെഴുതി, 4, എവിടെ വെച്ചെഴുതി, 5, എന്തിനെഴുതി. ഏതാണ്ട് നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലായി. ഇനിയാണ് നമ്മൾ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുക. ഇനി ഞാൻ 1-ാം അധ്യായം
ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ കൊണ്ട് എടുക്കണം. പക്ഷെ ഇന്നുകൊണ്ട് പൂർണ്ണമായിട്ട് അത് മുഴുവൻ എടുക്കാൻ കഴിഞ്ഞെന്നിരിക്കത്തില്ല. ചിലപ്പോൾ ഒരു ക്ലാസ് കൂടെ വേണ്ടി വരുമായിരിക്കും. അത് ഒത്തിരി വിശാലമായിട്ട് എടുക്കുന്നില്ല. നമ്മള് ആദ്യത്തെ 3 വാക്യങ്ങൾ വായിച്ച് കേട്ടല്ലോ. അതിൽ പ്രത്യേകിച്ച് 1-ാം വാക്യം നമ്മളിപ്പോൾ മിക്കവാറും അതിൽ നിന്ന് പല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ നിന്നൊന്നും അധികം വിശദീകരിക്കാനില്ല. എന്നാൽ പൊതുവായിട്ട് പറയാൻ പറ്റുന്ന ചില 1-2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. ഒന്ന്, ഈ ആദ്യത്തെ 3 വാക്യങ്ങൾ നമ്മൾ എടുത്താൽ ഓരോ വാക്യത്തിലും 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ 1-ാം വാക്യത്തിൽ 3 പേര് ഹാൻഡ് ഓവർ ചെയ്ത് കൈമാറിയാണ് നമുക്ക് ഈ വെളിപ്പാട് പുസ്തകം നമ്മളെ കിട്ടിയത്. അത്ര ഇനി പറയാനുള്ളൂ. ബാക്കി കാര്യങ്ങൾ അവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണത്? ഒന്ന്, പിതാവായ ദൈവം പുത്രന്റെ കൊടുത്തു. ഒന്ന്, രണ്ടാമത്തേത് പുത്രനത് ദൂതന്റെ കയ്യിൽ കൊടുത്തു. 2, ദൂതനത് യോഹന്നാന് കൊടുത്ത് നമുക്ക് കിട്ടി. 3 പേര് ഹാൻഡ് ഓവർ ചെയ്താണ് നമ്മുടെ കയ്യിൽ ഈ പുസ്തകം ലഭിച്ചത്. അടുത്തത് 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, വായിച്ചതായതുകൊണ്ട് ഞാൻ വീണ്ടും വായിക്കുന്നില്ല, 3 പേരുടെ സാക്ഷ്യം ഈ പുസ്തകത്തിനുണ്ട്. അതാണ്, ഒന്ന് പിതാവായ ദൈവത്തിന്റെ സാക്ഷ്യം, 2 പുത്രനായ ദൈവത്തിന്റെ സാക്ഷ്യം, 3 യോഹന്നാന്റെ സാക്ഷ്യം ഉണ്ട്. 3 സാക്ഷ്യങ്ങളുള്ള അനുഗ്രഹീതമായ ഒരു പുസ്തകമാണ് ഇത്. 3-ാം വാക്യത്തിലേക്ക് വന്നാലോ, 3 വിധ അനുഗ്രഹങ്ങളെ സമ്മാനിക്കുന്ന പുസ്തകമാണിത്. നമ്മൾ വായിച്ചല്ലോ. ആദ്യം അത് 3 വിധം ഏതൊക്കെയാണ്? ഒന്ന്, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ഭാഗ്യവാൻ എന്നുള്ള ബൈബിളിലെ പ്രയോഗം മറ്റ് 2 അർത്ഥങ്ങൾ കൂടെ ഉള്ളതാണ്. ബൈബിളിൽ ഭാഗ്യവാൻ എന്ന് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെ എല്ലാം അതിന് 2 അർത്ഥം കൂടെ അതോട് ചേർന്നുണ്ട്. ഒന്ന്, അനുഗ്രഹിക്കപ്പെട്ടവൻ ഇംഗ്ലീഷിൽ ബ്ലസ്ഡ് എന്നാണ് നമ്മൾ കാണുന്നത്, അനുഗ്രഹിക്കപ്പെട്ടവൻ. 3, സന്തോഷാവസ്ഥയിലുള്ളവൻ. ഇങ്ങനെ 3 അർത്ഥമാണ് ഇപ്പൊ ഭാഗ്യവാൻ എന്നുള്ളതിന്റെ മൂലഭാഷയിൽ നിന്ന് പരിഭാഷപ്പെടുത്തുമ്പോൾ 3 അർത്ഥം, ഭാഗ്യവാനെന്നും അനുഗ്രഹിക്കപ്പെട്ടവനെന്നും അപ്പോൾ അതുപോലെ തന്നെ സന്തോഷാവസ്ഥയിൽ ഉള്ളവനെന്നും. എന്താ അപ്പൊ അവിടെ വായിക്കുന്നത്? ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാനാണ്, അനുഗ്രഹിക്കപ്പെട്ടവനാണ്, അവൻ സന്തോഷാവസ്ഥയിലുള്ളവനാണെന്നാണ്. ഈ പ്രവചനം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വെളിപ്പാട് പുസ്തകം മാത്രമല്ല, വെളിപ്പാട് പുസ്തകമായിട്ട് നമുക്ക് എടുക്കാം. ഈ വെളിപ്പാട് പുസ്തകം മാത്രം, ദൈവവചനം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം വായിക്കുന്നത് എന്തൊരു സന്തോഷമാണ്. നമുക്കറിയാമല്ലോ, 1-ാം സങ്കീർത്തനത്തിൽ നമ്മൾ എന്താ വായിക്കുക? എല്ലാവർക്കും കാണാതറിയാവുന്ന ഒരു സങ്കീർത്തനമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. പിന്നെ അടുത്തത്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ വായിച്ചതെന്ന് ഞാൻ പറഞ്ഞു വന്നപ്പോ ചില വാക്കുകൾ വിട്ടോന്നൊരു സംശയം. രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നു. അതിന്റെ മുകളിലുണ്ട്, അതാണ് ആ വാക്കാണ്. 2-ാം വാക്യം സന്തോഷിച്ച് യഹോവയുടെ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് ഒരുപാട് പേരുകളുണ്ട്. ന്യായപ്രമാണം, പ്രമാണം, വചനം, തിരുവചനം, ചട്ടം, വിധി, വഴി, നീതി തുടങ്ങിയ ഒരുപാട് പദങ്ങളുണ്ട്. അപ്പൊ ന്യായപ്രമാണം ദൈവവചനമാണ്. ദൈവവചനത്തിൽ സന്തോഷിച്ച്. ദൈവവചനത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. ദൈവവചനത്തിന്റെ മുൻപാകെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിടത്തും ലഭിക്കാത്ത സന്തോഷം. കാരണം ദൈവസന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. വചനം ദൈവമാണ്. നമ്മൾ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഇടപെടും. നമ്മുടെ ഹൃദയത്തിൽ പുതിയ പുതിയ ചിന്തകളെ തരും. അത് തരുന്നത് എന്തൊരു സന്തോഷമാണെന്നറിയാമോ? അതുകൊണ്ട് ആണ് ദൈവത്തിന്റെ വചനത്തിൽ ഇതുപോലെ സന്തോഷം തരുന്ന മറ്റൊന്നില്ല വചനം പോലെ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് 1-ാം സങ്കീർത്തനത്തിൽ തന്നെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്. നമ്മൾ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ ദൈവസന്നിധി ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വന്ന് എണ്ണീറ്റ് പോകേണ്ടതായി വന്ന, ഇനി ആരെങ്കിലും കോളിംഗ് ബെല്ലടിച്ചു അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് നമ്മൾ അവിടുന്ന് എണ്ണീറ്റൊന്നും പോകേണ്ടി വന്ന് സങ്കടം തോന്നാറില്ലേ?
വല്ലാത്തൊരു വിഷമം, വളരെ ബുദ്ധിമുട്ട്, വളരെ വിഷമം വരിക. കാരണം അതൊരു ബ്രേക്കാണ്, അത് വലിയ സങ്കടമുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണ് നമ്മൾ ദൈവവചനത്തിൽ സന്തോഷിക്കുന്നത്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാട്ടോ, അങ്ങനെ സന്തോഷിക്കുന്നുണ്ടോ? ദൈവസന്നിധിയിൽ ഇരിക്കുന്നുണ്ടോ? ദൈവവചനം ധ്യാനിക്കുന്നുണ്ടോ? അപ്പോൾ ദൈവം പുതിയ പുതിയ ചിന്തകൾ നമ്മുടെ ഹൃദയത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കാറുണ്ടോ? അപ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ സങ്കടകരമായ ഒരു കാര്യമാണത്. അങ്ങനെ വേണം കേട്ടോ. ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് തിരക്കുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ആ തിരക്കിന്റെ നടുവിലും ദൈവവചന ധ്യാനം ഒരു ദിവസം പോലും വിട്ടുകളയരുത്. ഞാനങ്ങ് ഒത്തിരി കുറച്ച് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞാല് ഒരു മണിക്കൂറെങ്കിലും, ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ദൈവവചനം ധ്യാനിക്കണം. അത് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ വീണ്ടും ചിലപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അതുമായിട്ട് കുറച്ചുകൂടെ ബന്ധപ്പെട്ട പല കാര്യങ്ങൾ. നമ്മൾ കേൾക്കുന്നതൊക്കെ നല്ലതാണ്, വായിച്ചു പഠിക്കുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷേ നമ്മൾക്ക് ശരിക്കുള്ള സന്തോഷവും വളർച്ചയും ഉണ്ടാകാൻ നമ്മൾ തന്നെ പഠിക്കണം, എല്ലാവരും. അതിനാണ് ദൈവം നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോ നമ്മൾ വചനം ധ്യാനിച്ചു, നമ്മൾ വചനം വായിച്ചു. ബൈബിൾ നമുക്കറിയാം. ബൈബിൾ എന്ന് പറയുന്നത് ഈ വായിക്കുക എന്ന് പറയുന്നത് ശരിക്കും പഠിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. തമിഴിലാണെങ്കിൽ അങ്ങനെ തന്നെയാ, വായിക്കുക എന്നല്ല എഴുതിയിരിക്കുന്നത്, പഠിക്കുക എന്നാണ്. ബൈബിളിൽ പിന്നെ തമിഴിൽ പിന്നെ ഒരു കാര്യം, വായിക്കുന്നതിനും പഠിക്കുക എന്നാ പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വചനം പഠിക്കാനുള്ള തിരുവെഴുത്ത് മുഴുവൻ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. കർത്താവ് പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 11:29 അവിടെ പറയുന്നത്, എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം ഞാൻ ഓർക്കുന്നു, അവിടെ പറയുന്നുണ്ട്, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കൃപാവരങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത്. അപ്പോ ദൈവമക്കളുടെ സന്തോഷവും എല്ലാം ദൈവവചനമായിരിക്കണം. വചനവുമായിട്ടുള്ള ബന്ധം, വചനം പഠിക്കുക, ധ്യാനിക്കുക, കേൾക്കുക തുടങ്ങിയ അയവിറക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളിൽ സന്തോഷിക്കാൻ ഇടയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ വചനം കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം ലഭിച്ചു, നമുക്ക് അനുഗ്രഹം ലഭിച്ചു. പക്ഷെ നമ്മൾ ദൈവമക്കളാണ്. ദൈവമക്കള് എപ്പോഴും നമുക്ക് മാത്രം സന്തോഷം കിട്ടിയാൽ പോരാ, മറ്റുള്ളവർക്കും സന്തോഷം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാ. നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മയും അതിനേക്കാൾ മറ്റുള്ളവർക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ദൈവമക്കൾ. അങ്ങനെയാണോ എന്നൊക്കെ ചിന്തിച്ചോണം കേട്ടോ. അങ്ങനെയാണ് ദൈവം നമ്മളെ കുറിച്ചൊക്കെ ഉദ്ദേശിക്കുന്നത്. നമ്മളെക്കാൾ നന്മ മറ്റുള്ളവർക്ക് ഉണ്ടാകണം, നമ്മളെക്കാൾ അനുഗ്രഹം ഉണ്ടാകണം, സന്തോഷം ഉണ്ടാകണം. അങ്ങനെയാണ് ദൈവമക്കൾക്ക്. അല്ലാത്തവർക്കൊക്കെ എങ്ങനെയെന്നറിയാമോ? നമ്മളെക്കാൾ ആരും മിടുക്കന്മാരാവല്ല, നമ്മളെക്കാൾ ആരും ഉന്നതരാകരുത്. സാമ്പത്തികമായിട്ടായാലും കൊള്ളാം, ആത്മീയമായിട്ടായാലും കൊള്ളാം. നമ്മളെക്കാട്ടി വലിയ വീട് വെക്കരുത്, നമ്മളെക്കാട്ടി വലിയ കാറ് വാങ്ങരുത്, നമ്മളെക്കാട്ടി വലിയ ജോലി ഉണ്ടാവരുത് എന്നാണ് ഈ ലോകത്തിലുള്ള മനുഷ്യരുടെയൊക്കെ ചിന്തിക്കുന്നത്. ദൈവമക്കൾ അങ്ങനെയല്ല. എന്നേക്കാൾ നല്ല ജോലി അവർക്ക് കിട്ടണം, എന്നേക്കാൾ നല്ല കാറ് അവർക്ക് വേണം, എന്നേക്കാൾ നല്ല വീട് അവർക്ക് വേണം, എന്നേക്കാൾ അവർ അനുഗ്രഹിക്കപ്പെടണം. ഇതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അത് സന്ദർഭോചിതമായി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ എനിക്ക് വചനം വായിച്ചപ്പോൾ എനിക്ക് സന്തോഷം കിട്ടി. ഞാനത് മറ്റുള്ളവർക്കൂടെ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ കേൾപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് പറയുമ്പോൾ ഒരു ആശയം കൂടെ അവിടെ വരുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, അധികം പേർക്ക് ഇത് കേൾക്കാൻ വലിയ മനസ്സൊന്നുമില്ല, വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ വിശ്വാസികളുടെ കാര്യമല്ല പറയുന്നത്, വചനം മറ്റെല്ലാവരും കേൾപ്പിക്കണമല്ലോ. വിശ്വാസികൾക്ക് താല്പര്യം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ചിലർക്ക് താല്പര്യം ഇല്ലാത്തവരും ഉണ്ട്. ചില സ്ഥലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോ ഈ സൂം മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോഴേ സൂം ഓൺ ചെയ്ത് വെച്ചേച്ച് അങ്ങ് പോകും. സൂം ഓൺ ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ക്യാമറ ഒന്നും ഓൺ ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് ചിലർ നമ്മൾ ഈ ഗ്രൂപ്പിൽപ്പെട്ട ആരും ചെയ്യത്തില്ല, ചെയ്യുന്നുമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനത് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അത് ചിലര് വീടുകളിൽ അങ്ങ് ഓൺ ചെയ്യും. ഓൺ ചെയ്ത് വെച്ചിട്ട് അപ്പൊ അവിടെ പൊതുവെ കാണുമ്പോൾ അത് ആൾ ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷെ പിന്നെ പ്രാർത്ഥനയ്ക്ക് വല്ലതും വിളിക്കുമ്പോൾ ഓടി ഉടുപ്പ് വിടാതെ പിന്നെ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ടൊക്കെ വരുന്ന വരവൊക്കെ ഞാൻ ചിലത്ത് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് വചനത്തോട് അങ്ങനെ താല്പര്യം ഇല്ലാത്ത ഒരുപാട് പേര് ഉണ്ട്. പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഈ വചന ശുശ്രൂഷയൊക്കെ അങ്ങോട്ട് തുടങ്ങുമ്പോൾ പാട്ടൊക്കെ പാടി സന്തോഷം, പ്രാർത്ഥനയിലും ഒക്കെ ഒരു പരുവത്തിന് ഇരുന്നു. വചന ശുശ്രൂഷ തുടങ്ങുമ്പോൾ ഞെരിവിരി കൊള്ളുന്ന ഒരുപാട് പേരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ, പിന്നെ ഒന്ന് എഴുന്നേക്കും, ഒന്ന് ഇരിക്കും, അങ്ങോട്ടൊന്ന് പോയി കേട്ടോ. ദൈവമക്കൾ അങ്ങനെ ഒന്നുമല്ല. എന്ന് ഞാൻ വിചാരിച്ച അൺലിമിറ്റഡ് ആയിട്ടൊക്കെ പിന്നെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത് കേട്ടോ. സാധാരണഗതിയിൽ നിങ്ങളെ ഓർത്ത് ഞാൻ അങ്ങ് അത്ഭുതപ്പെടുക ചെയ്ത്. എന്നോട് 1.5 മണിക്കൂറാ പറഞ്ഞേക്കുന്നു. സാധാരണഗതിയിൽ 40 മിനിറ്റിൽ കൂടുതലൊന്നും ആരും അധികം ശ്രദ്ധയോട് കേട്ടുകൊണ്ടിരിക്കത്തില്ല. മാക്സിമം ആണ് 1 hour. അപ്പോ പക്ഷെ നിങ്ങൾ അതിനൊക്കെ അപ്പുറത്ത് ദൈവത്തിന്റെ വചനത്തോട്
സ്നേഹമുള്ളവരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ദൈവത്തിന് ഒരുപാട് സ്തോത്രം ചെയ്യാൻ ഇടയായി തീർന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരെയും കേൾപ്പിക്കുക, ദൈവത്തിന്റെ വചനം അവരെ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിന് വഴികൾ ഉണ്ടാക്കി, അതിനുള്ള വാതിലുകൾ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം വഴികളെയൊക്കെ തുറന്നു തരും. ഇങ്ങനെ നമ്മൾ ചെയ്യണം. അത് അനുഗ്രഹമാണെന്ന് പറഞ്ഞത്. അല്ലാതെ നമ്മളിപ്പോ വായിച്ചു കേൾപ്പിച്ചത് പോലും അത് അനുഗ്രഹമാണ് കേട്ടോ. നമ്മളിപ്പോ പൊതുവെ വായിക്കാൻ പറഞ്ഞ് കർത്താവിന്റെ ദാസൻ അത് വായിച്ചു, വളരെ സന്തോഷം. എന്നാൽ അത് മാത്രമല്ല, കേൾക്കാൻ താല്പര്യമില്ലാത്തവരെ കൂടെ കേൾപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ ഭാഗ്യവും നമ്മുടെ സന്തോഷവും അനുഗ്രഹവും ഒക്കെ ഇരട്ടി വർദ്ധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ഇത് കേൾക്കുന്നവരും, അവിടെ ആ ഏകവചനവും ബഹുവചനവും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമത് ആദ്യ ഭാഗത്ത് കേൾപ്പിക്കുന്നവൻ ഏകവചനമാണ്, പിന്നെ കേൾക്കുന്നവർ. അതിനൊക്കെ കാരണങ്ങളുണ്ട്. 1-ാം നൂറ്റാണ്ടിലൊക്കെ നമുക്കറിയാം ബൈബിൾ ഒന്നും സുലഭമല്ല, വളരെ റെയറാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ഒരു കൂടിവരവിലൊക്കെ ഒരു പുസ്തകമേ കാണത്തുള്ളൂ. അപ്പൊ അത് വായിച്ച ഒരാൾ കേൾപ്പിക്കുക. പിന്നെ വായിക്കാൻ അറിയാവുന്നൊരു കുറവാണ്, എഴുതാനും വായിക്കാനും അറിയുന്നൊരു കുറവാണ്. അപ്പൊ അന്നാ വായിച്ച് കേൾപ്പിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അദ്ദേഹം എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതെല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുകയാണ്. നമ്മള് നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതിനൊക്കെ നെഹമ്യാവിന്റെ പുസ്തകം നിങ്ങൾ വായിച്ചാട്ടെ. ഈ ഭാഗം പഠിക്കുമ്പോൾ അതിനോട് ചേർന്ന് മനസ്സിലാക്കാനായിട്ട് നെഹമ്യാവിന്റെ പുസ്തകം 8-9 അധ്യായങ്ങൾ വളരെ മനസ്സിരുത്തി പഠിക്കാമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വാക്യം, അതായത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിന്റെ വിശദീകരണങ്ങൾ നെഹമ്യാവിന്റെ പുസ്തകം 8-9 അധ്യായങ്ങളിലുണ്ട്. അതും കൂടെ കേൾക്കുമ്പോൾ നമുക്ക് ഇതിന്റെ വചനം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഗ്രഹവും നന്മയും ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ അങ്ങനെ കേൾക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? അതുപോലെ തന്നെ ഇത് പ്രമാണിക്കുന്നവർ. വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് പൊതുവേ ഒരു അഭിപ്രായം, ഇത് ഭാവികാല സംഭവങ്ങൾ എഴുതിയിരിക്കുന്ന പുസ്തകമാണെന്നാ. അത് ശരിയാ, ഭാവികാല സംഭവങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ഓർത്ത പോലെ ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ അടുക്കും ചിട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. സഭാകാലം, അത് കഴിഞ്ഞാൽ കർത്താവിന്റെ മധ്യാകാശ വരവ്, അത് കഴിഞ്ഞാൽ മഹാപീഡനം, അത് കഴിഞ്ഞാൽ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത, അത് കഴിഞ്ഞാൽ കർത്താവിന്റെ തേജസ്സിന്റെ സിംഹാസനം, അതിനെ തുടർന്ന് 1000 ആണ്ട് വാഴ്ച, അതിനെ തുടർന്ന് വെള്ളസിംഹാസനം. അതൊക്കെ ഇങ്ങനെ ഈ വെളിപ്പാട് പുസ്തകത്തിൽ അടുക്കായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ശരിയാണ്. പക്ഷെ ഈ പുസ്തകത്തിലുണ്ടല്ലോ നമ്മൾ പ്രമാണിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ പൊതുവായി ചിന്തിച്ചപ്പോൾ തന്നെ എത്രയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രമാണിക്കേണ്ടതായിട്ട് നമുക്കിപ്പോ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഉപദേശിക്കുകയുണ്ടായി, നമ്മൾ ചെയ്യേണ്ട, പ്രമാണിക്കേണ്ട. അപ്പൊ ഇങ്ങനത്തെ ഈ പുസ്തകത്തിൽ ഭാവി കാര്യങ്ങൾ മാത്രമല്ല എഴുതിയിരിക്കുന്നത്, അതുണ്ട് നമ്മൾ അനുവർത്തിക്കേണ്ട, ദൈവ മക്കൾ അനുവർത്തിക്കേണ്ട, പ്രായോഗികമാക്കേണ്ട, പ്രാവർത്തികമാക്കേണ്ട നിരവധി കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരെന്ന്. അപ്പോൾ ഇത് മൂന്നും കൂടെ അങ്ങോട്ട് ചെയ്താലോ, വായിച്ച് കേൾപ്പിക്കുകയും കേൾക്കുകയും പ്രമാണിക്കുകയും ചെയ്താലോ ത്രിവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത 2 വാക്യങ്ങൾ വായിക്കാം, അതായത് 4-5 വാക്യങ്ങൾ വായിക്കാം. യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസസാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്തത് ഇതൊരു ഗ്രീറ്റിംഗ്സ് ആണ്, ആശംസ വാക്കുകളാണ് നമ്മൾ അടുത്ത 2 വാക്യങ്ങളായിട്ട് 4-5 വാക്യങ്ങളിൽ കണ്ടത്. ഈ ആശംസ വാക്കുകൾ അല്ലെ വാക്യങ്ങൾ നമ്മൾ കാണുന്നത് സാധാരണ ലേഖനങ്ങളിലാണ്. നമ്മൾ റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ വായിക്കാമെങ്കിൽ ഈ ആശംസ നമുക്ക് കാണാനായിട്ട് കഴിയും. പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന ആശംസ നമുക്ക് ശരിക്കും പറഞ്ഞാല് ഈ 21 ലേഖനങ്ങളിൽ 17 ലേഖനങ്ങളിലും ഉണ്ട്. ആ ലേഖനങ്ങളുടെ ഈ പുതിയ നിയമം എഴുതിയ ഗ്രീക്ക് ഭാഷയിലാണല്ലോ. ലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ അതെല്ലാം എഴുത്തുകളാണ്. എഴുത്തിന്റെ ദൈർഘ്യം കൂടുമ്പോഴാണ് അതിനെ ലേഖനം എന്ന് പറയുന്നത്. ഗ്രീക്ക് ഭാഷയിലുള്ള എഴുത്തുകൾക്കൊരു പ്രത്യേകതയുണ്ട്.
അത് ആദ്യം ആരെഴുതി എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ ഒരു കത്ത് എഴുതുമ്പോൾ ആരാണ് എഴുതിയത് എന്നറിയണമെങ്കിൽ ഏറ്റവും ഒടുവിൽ നോക്കും. പക്ഷെ ഗ്രീക്ക് ഭാഷയിൽ അങ്ങനെയല്ല. ആദ്യം ആരെഴുതിയെന്ന് പറയും, പിന്നെ ആർക്കെഴുതിയെന്ന് പറയും, പിന്നീട് ഒരു ആശംസാവാചകം എഴുതുന്ന രീതിയാണ് ബൈബിളിൽ ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ലേഖനങ്ങളിലൊക്കെ ഉണ്ട്. അത് 17 ലേഖനങ്ങളിൽ ഇല്ലാത്ത 4 ലേഖനങ്ങൾ എന്ന് പറയുന്നത് എബ്രായ ലേഖനം, യാക്കോബിന്റെ ലേഖനം, 1 യോഹന്നാൻ, 3 യോഹന്നാൻ. അതൊഴികെയുള്ള എല്ലാ ലേഖനങ്ങളിലും ഈ ആശംസാവാചകം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെയും ഉണ്ട്. അപ്പൊ ഇവിടെ ചില പ്രത്യേകതകളുണ്ട്, നമുക്കത് നോക്കാം. 4-ാം വാക്യം തുടങ്ങുന്നത് യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നത്. അത് നമ്മൾ വരുന്നുണ്ട്. അതാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചോണം. ബൈബിൾ എല്ലാവരുടെയും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവരും ആ ബൈബിൾ നോക്കിക്കോണം. അവിടെ അടുത്ത് എഴുതിയിരിക്കുന്നത് എന്താണ്? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കൽ നിന്നും. ഇതാരാണ് എന്ന് ഞാൻ ചോദിച്ചാൽ എല്ലാവരുടെയും മനസ്സിലൊരു ഉത്തരം വരുമല്ലോ. നമുക്ക് ഈ നേരിട്ടാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചോദിച്ചും പറഞ്ഞു. ഞാനത് ഈ 1.5 മണിക്കൂർ ഓർത്തപ്പോൾ തന്നെ ചിന്തിച്ചു. സാധാരണഗതിയിൽ നമ്മൾ നേരിട്ട് ഫേസ് ടു ഫേസ് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒരു ചോദ്യമൊക്കെ ചോദിച്ചു ഒന്ന് ഉണർത്താം. അല്ലെങ്കിൽ ഒരു ക്ഷീണം പോലോ ഒരു മടുപ്പ് പോലോ ഒക്കെ വരുമ്പോൾ നമുക്കൊരു ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ ഇച്ചിരി രസകരമായ എന്തെങ്കിലും ഒന്ന് പറയാം, ഒരു ആനുകാലിക സംഭവം പറയാം. അങ്ങനെയൊക്കെ നമുക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇവിടെ നമുക്ക് സൂമിലാകുമ്പോൾ റേഡിയോ കേൾക്കുന്ന പോലെ ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റുന്നുള്ളല്ലോ. അതിന്റെ ഒരു പരിമിതിയുണ്ട്. അപ്പോ ഇവിടെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, ആരാണ് ഇത്? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. അത് ആരാണെന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ അധികം പേരും പറയുന്ന മറുപടി യേശുക്രിസ്തു ആണെന്ന്. അതിന് കാരണവും തക്കതായ കാരണവും പറയും. കാരണം ഇരിക്കുന്നവൻ, ഇരുന്നവൻ, പിന്നെ വരുന്നവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അങ്ങനെയും പറഞ്ഞിട്ട് വരുന്നവനും ആയവെങ്കിൽ. അതുകൊണ്ട് വരുന്നവൻ യേശുക്രിസ്തു ആണല്ലോ, അതുകൊണ്ട് യേശുക്രിസ്തു ആണെന്ന് പറയും. പക്ഷെ യേശുക്രിസ്തു ആണോ എന്ന് നമുക്ക് നോക്കാം. ഈ 4-5 മിക്കവാറും ഒറ്റ സെന്റൻസ് ആയിട്ടാണ് എഴുതിയേക്കുന്നത്. വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അടുത്തെന്താ വായിക്കുന്നതെന്ന് നോക്കിയേ. അതിന്റെ കണ്ടിന്യൂഷൻ ഒന്ന് വായിച്ചായിട്ട് കർത്താവിന്റെ ദാസനെ. നമ്മുടെ പാപം പോക്കി നമ്മെ അല്ലല്ല, ഞാൻ വായിച്ചതിന്റെ അതായത് ഞാൻ ഇത്രയും വായിച്ചു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവെങ്കിൽ നിന്നെന്ന് ഞാൻ വായിച്ചു. അതിന്റെ തൊട്ടടുത്ത ഭാഗം ഒന്ന് വായിച്ചാട്ടെ. അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. ഒന്ന് നിർത്തിയാട്ടെ. അതായത് അവന്റെ സിംഹാസനത്തിന്റെ മുൻപിലുള്ള, അപ്പോൾ ഈ ആദ്യം പറഞ്ഞ ആള് ഒരു സിംഹാസനത്തിൽ ഇരിക്കുക. ആ സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. അത് ഏതായിരിക്കും ഈ 7 ആത്മാക്കൾ എന്ന് പറയുന്നത്? അത് ഞാൻ തന്നെ അങ്ങ് പറയാം. 7 ആത്മാക്കൾ ആരാണെന്ന് എന്താ മനസ്സിൽ വന്നെന്ന് എനിക്ക് അറിയത്തില്ല ഓരോരുത്തരുടെ. അത് പരിശുദ്ധാത്മാവാണ്. അയ്യോ, പിന്നെ പരിശുദ്ധാത്മാവ് 7 ഉണ്ടോ? സാധാരണ 1 ഉള്ളെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. അത് നമുക്ക് മറുപടി കണ്ടുപിടിക്കാം. പിന്നെ അടുത്തത് അതിന്റെ തൊട്ടടുത്ത ഭാഗം വായിച്ചാട്ടെ. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ശരി. അപ്പോൾ ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ആരാന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കാനൊന്നും പോകണ്ട, വളരെ ക്ലിയർ. അത് യേശുക്രിസ്തുവാണ്. അപ്പൊ അവിടെ യേശുക്രിസ്തുവാണ് പറഞ്ഞത്. തൊട്ടുമുകളിൽ 7 ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവാണെന്ന് കണ്ടു. അങ്ങനാണെങ്കിൽ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരാണ്? നമ്മൾ പഠിക്കുവായോണ്ട് ഇങ്ങനെ പഠിക്കുമ്പോഴാണ് ക്ലിയർ ആകുന്നത്. 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ്? അത് പിതാവായ ദൈവമാണ്. അപ്പൊ പിതാവായ ദൈവത്തെ പറ്റി വരുന്നവനെന്ന് പറയാമോ എന്നൊരു ചോദ്യം ഉദിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ അത് ഓർക്കേണ്ട ഒരു കാര്യം, പിതാവും പുത്രനും ഒന്നാണെന്നുള്ളതാണ്. അത് രണ്ടല്ല. കർത്താവിനെ പറഞ്ഞു, ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറഞ്ഞാല് ശ്രദ്ധിക്കുക, ഈ പുത്രൻ എന്ന വാക്ക് ഹീബ്രുവിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഹീബ്രുവിൽ പുത്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിലൊക്കെ പുത്രൻ, മകൻ എന്നൊക്കെ പറഞ്ഞ ഒരു അപ്പൻ ജനിപ്പിച്ച മകൻ എന്ന അർത്ഥമാണ് വരുന്നത്. ഈ ഹീബ്രുവിൽ അങ്ങനെയല്ല ആ പദത്തിന്റെ അർത്ഥം. ആ ആള് തന്നെ എന്നർത്ഥം വരുന്ന ഒരു പ്രയോഗമാണ് ഈ പുത്രൻ എന്നത്. അതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പുത്രൻ എന്ന് പറഞ്ഞാൽ പിതാവ് ജനിപ്പിച്ച ഒരാളായിട്ടല്ല. പുത്രൻ എന്ന് വെച്ചാൽ പിതാവ് തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാം,
ഉദ്ദേശിക്കുന്നത് പിതാവിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ പുത്രനെ പറ്റി പറയാം. പുത്രനെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ പിതാവിനെ പറ്റിയും പറയാം. കാരണം രണ്ടുപേരും ഒന്നാണ് എന്നുള്ളതാണ്. ഇനി പുത്രനെ തന്നെ പിതാവേ എന്ന് വിളിച്ചിട്ടുണ്ട്, അറിയാമല്ലോ, ഓർമ്മയുണ്ടാകുമോ? ഇല്ലെങ്കിൽ ആ വാക്യം ഒന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. പുത്രനെ പിതാവ് എന്ന് വിളിച്ചിട്ടുണ്ട്. നമുക്ക് യെശയ്യാ പ്രവചനം ഒന്ന് എടുത്താട്ടെ. 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് നോക്കിയാട്ടെ. യെശയ്യാ പ്രവചനം 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ആരാണ് അവിടെ ജനിച്ചത്? നമുക്കൊരു ശിശു ജനിച്ചു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അത് കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം. അടുത്ത് പറഞ്ഞിരിക്കുന്നത് അവൻ നിത്യ പിതാവാണ്. പുത്രൻ നിത്യ പിതാവാണ്. അപ്പോൾ ആ രണ്ട് വാക്യങ്ങൾ ചേർന്ന് പഠിക്കുമ്പോൾ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും അതിന്റെ ആശയം ഇതാണ്: ഇന്നലെയും ഇന്നും എന്നേക്കും ഉള്ളവൻ എന്നുള്ള ആശയമാണ്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്നുള്ളത്. അപ്പൊ അത് പിതാവായി ദൈവത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് 2-ാം ഭാഗം, അവന്റെ സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. അത് ആരായി 7 ആത്മാക്കൾ? സംശയം സാധാരണഗതി ജനിക്കത്തില്ലയോ? 7 ആത്മാക്കൾ, അത് പരിശുദ്ധാത്മാവാണ്, സംശയമൊന്നുമില്ല. അപ്പൊ 7 പരിശുദ്ധാത്മാവുണ്ടോ? ഇല്ല. ഇനി അവിടെ വല്ല പ്രിന്റിങ്ങിൽ വല്ല മിസ്റ്റേക്കും പറ്റിയതാണോ? അല്ല. അത് നമുക്കൊന്ന് നോക്കാം. ഈ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് നോക്കിയേ. 3:1. സർദീസിലെ 3-ാം അധ്യായത്തിന്റെ 1. ദൈവത്തിന്റെ 7 ആത്മാവും. അത്രയും മതി. അത്രയും മതി. ദൈവത്തിന്റെ 7 ആത്മാവ്, 7 പരിശുദ്ധാത്മാവിനെ പറ്റിയാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 7 ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുക. 7 ആത്മാവ് ഉണ്ടോ? ദൈവത്തിന്റെ 7 ആത്മാവ്. ഇനി 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചേ. 4:5. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. മതി. അപ്പൊ ഇത് ഒരു അബദ്ധം ഒന്നും പറ്റിയതല്ല. 7 എന്നുള്ളത് ഒരു അബദ്ധം ഒന്നും പറ്റിയതല്ല. അത് കറക്റ്റ് ആയിട്ടുള്ളതാണ്. അത് തന്നെയല്ല, നമ്മള് 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വായിച്ചല്ലോ, സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കൾ. നമ്മൾ 4-ാം അധ്യായത്തിലും അതാ വായിച്ചത്. 4-ാം അധ്യായത്തിലും സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കൾ എന്നാ വായിച്ചത്. എന്താന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇവിടെ 7 ആത്മാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് 4-ന്റെ 5 വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. 4-ാം അധ്യായം 5-ാം വാക്യം വായിച്ചപ്പോൾ 7 ആത്മാക്കളായ 7 എന്തെന്നാ എങ്ങനെ വായിച്ചത്? 7 ആത്മാക്കളായ 7 ദീപങ്ങൾ. മനസ്സിലായി. 7 ആത്മാക്കളായ 7 ദീപങ്ങൾ. ഞാനതങ്ങനെ ലളിതമായി പറയാം. ഈ സമാഗമന കൂടാരത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് ഒരു തങ്ക വിളക്കുണ്ട്. എല്ലാവർക്കും അതറിയാം. ആ തങ്ക വിളക്ക് ഒരു വിളക്കാണ്, പക്ഷെ അതിന് 7 തിരിയുണ്ട്, 7 ദീപങ്ങൾ അതിനുണ്ട്. ഈ വിശുദ്ധ സ്ഥലത്തെ, സമാഗമന കൂടാരത്തിലെ വിശുദ്ധ സ്ഥലത്തുള്ള വിളക്ക് പല നിലകളിൽ അത് നിഴലാണ്. ഒന്ന് യേശുക്രിസ്തുവിന്റെ നിഴലാണ് ആ വിളക്ക്. 2 ദൈവസഭയുടെ നിഴലാണ് ആ വിളക്ക്. 3 ദൈവവചനത്തിന്റെ നിഴലാണ് ആ വിളക്ക്. 4 പരിശുദ്ധാത്മാവിന്റെ നിഴലാണ് ആ വിളക്ക്. അപ്പോൾ വിളക്കൊന്നേ ഉള്ളൂ. ഞാൻ ആ വിളക്ക് നിങ്ങളുടെ കയ്യിൽ, അവിടെ നാട്ടിൽ അവിടെയൊക്കെ കാണും നിങ്ങളുടെ കയ്യില്. ഞാൻ ഒന്ന് കാണിക്കാം. എന്തേ വിളക്ക്, എൻ്റെ കയ്യിൽ ഒരു ചെറിയ വിളക്കുണ്ട്, ഞാനത് കാണിക്കാം. നോക്കുക, ഇത് ഒരു വിളക്കാണ്. 7 വിളക്കുണ്ടോ ഇവിടെ? ഇല്ല. പക്ഷെ 7 തിരിയുണ്ട്. എണ്ണി നോക്കിയാൽ അറിയാം, 7 തിരിയുണ്ട്. പക്ഷെ ഇത് 7 വിളക്കല്ല, ഒരു വിളക്കാണ്. ഒരു വിളക്കിന്റെ 7 തിരിയാണ്. അപ്പൊ അത് സിമ്പിളായി മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ഒരു വിളക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുക. ഒരു വിളക്കേ ഉള്ളൂ, പക്ഷെ ആ 7 പറഞ്ഞിരിക്കുന്നതിന് 7 ദീപങ്ങൾ, 7 തിരികൾ ഉള്ളത് കൊണ്ടാണ്. ഇനിയും ദൈവവചനത്തിൽ അങ്ങനെ തന്നെ പരിശുദ്ധാത്മാവിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് ആ വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 2-ാം വാക്യം.
അവിടെ അത് ശ്രദ്ധിച്ചോണം. ശ്രദ്ധിച്ചു വായിച്ചാല് സിമ്പിളായിട്ട് ഈ വിളക്ക് പോലെ തന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാവ് 11:2. ആത്മാവ് ആവസിക്കും, ആ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ഒരു സെക്കൻഡ് എടുത്ത് എല്ലാരും ഒന്ന് എണ്ണിക്കോ. പറയാനൊന്നും നിവർത്തിയില്ലല്ലോ, പറയാൻ സമയമില്ല. അതിന് വേണ്ട ഒന്ന് എണ്ണി നോക്കിയോ, 7 ഉണ്ടോ എന്ന് നോക്കിയേ. യഹോവയുടെ ആത്മാവ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് അത് തുടങ്ങി എണ്ണിയാല് 1, 2, 3, 4, 5, 6, 7. ഇല്ല, എല്ലാരും എണ്ണിക്കാണും. 7 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ 7 വിധ പ്രവൃത്തികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ വിളക്ക് പോലെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചാൽ അറിയാം. നിങ്ങൾ ആ വിളക്ക് ശ്രദ്ധിച്ചാലോ, അതിന്റെ നടുവിലത്തെ തണ്ട്, നടുക്കുള്ളത്, അതൊരു തിരിയുണ്ട്. അതിന് മുകളിൽ ഒരു തിരിയുണ്ട്. അതാണ് യഹോവയുടെ ആത്മാവ്. പിന്നെ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും എന്ന് പറയുന്നത് ഈ 2 എണ്ണം ചേർത്താ പറയുന്നത്. 2 സൈഡിലോട്ടുള്ള കവരങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ 3 സെറ്റ് കാണാൻ പറ്റും. വിളക്ക് പോലെ തന്നെയാണ് യെശയ്യാ പ്രവചനത്തിൽ അത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ നിന്നും, അപ്പൊ പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും. പിന്നെ മൂന്നാമത്തേത് നമ്മൾ വിശദീകരണമേ ആവശ്യമില്ല, അവിടെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും. 1 or 2 വാക്കുകൾ മാത്രം പറഞ്ഞാൽ മതി, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അവിടെ. ഒന്ന്, നമ്മുടെ കർത്താവ് വിശ്വസ്ത സാക്ഷിയാണ്, വിശ്വസ്തനാണ്. അത് പ്രത്യേകിച്ച് നമ്മളിനിയും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ യോഗ്യതകളുമുള്ള കർത്താവാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, അതിന് വിശദീകരിക്കാൻ ധാരാളം കാര്യങ്ങൾ ഉണ്ട്, പക്ഷെ അത് ആവശ്യമില്ല. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് മരിച്ചവരിൽ ആദ്യജാതന്. ആർക്കും സംശയം വരികയില്ലെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവിടെ ആ മരിച്ചവരിൽ ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ പുനരുത്ഥാന ശരീരത്തിൽ ആദ്യം ഉയർത്തെഴുന്നേറ്റത് കർത്താവാണ്. കർത്താവ് തന്നെ ലാസറിനെ ഉയർപ്പിച്ചു, മറ്റ് പലരെയും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം ഏത് ശരീരത്തിൽ മരിച്ചോ ആ ശരീരത്തിലാണ് അവരെല്ലാം ഉയർത്തെഴുന്നേറ്റത്. എന്നാൽ നമ്മള് 1 Corinthians 15:23 വായിക്കുന്നത് പോലെ പുനരുത്ഥാന ശരീരത്തിൽ, നമ്മള് ഈ 1 അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പുനരുത്ഥാന ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ, തേജോമയനായ കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഓടിച്ചതൊക്കെ നോക്കും, വേഗം ഓടിച്ചു പോകും. അപ്പൊ നോക്കുക, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന മരിച്ചവരിൽ ആദ്യജാതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ്. മൂന്നാമത്തേത് ഭൂരാജാക്കന്മാർക്ക് അധിപതി. അതും ഏറെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മള് 1 or 2 കാര്യം ഞാനൊന്ന് ഓർപ്പിച്ചു. നമുക്കറിയാം, ഈ ലോക ചരിത്രത്തിൽ ധാരാളം രാജാക്കന്മാരുണ്ട്, ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത്, കേരളത്തിൽ, കേരളത്തിലൊക്കെ രാജാക്കന്മാരുണ്ട്, ഭരണം ഉണ്ടായിരുന്നു. ഇപ്പൊ ഭരണമുള്ള രാജ്യം ഉണ്ടല്ലോ, സൗദി അറേബ്യ, യോർദാനിലൊക്കെ രാജാക്കന്മാരുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തു അല്ലാതെ മറ്റാരും രാജാവായിട്ട് ജനിച്ചിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ കാണുന്നത്, രാജാവായി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിക്കുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. സാധാരണഗതിയിൽ രാജാക്കന്മാർക്ക് മക്കൾ ജനിച്ചാൽ രാജകുമാരൻ, പെൺമക്കളാ ജനിക്കുന്നെങ്കിൽ രാജകുമാരി എന്നൊക്കെ പറയും. പക്ഷേ അവർ പിന്നെ രാജാവായെന്നും രാജ്ഞിയായെന്നും ഒക്കെ വരും. പക്ഷെ അത് ഒന്നും ഉറപ്പല്ല, ചിലപ്പോൾ ആയില്ലെന്ന് വരും. പക്ഷെ രാജാവായി ജനിച്ചത് യേശുക്രിസ്തു മാത്രമാണ്. ഇനി മേലാൽ സകല രാജാക്കന്മാരുടെയും അധിപതിയായി, രാജാവായി നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഈ ലോകത്തെ ഭരിക്കാനായിട്ട് പോവുകയാണ്. 1000 ആണ്ട് നേരിട്ട് യെരൂശലേമിൽ താൻ ദൈവാലയം പണിത് അതിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് തന്റെ സിംഹാസനം വെച്ച് ഈ ലോകത്തെ ഭരിക്കാനായിട്ട് പോവുകയാണ്, രാജാതിരാജാവായിട്ട്. അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് രാജാതിരാജാവെന്ന്, ഭൂരാജാക്കന്മാർക്ക് അധിപതി എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം വായിക്കാമെങ്കിൽ അവന്റെ തലയിൽ അനേക രാജമുടികൾ ഉണ്ടെന്ന് വായിക്കുന്നുണ്ട്. രാജമുടികൾ എന്ന് പറഞ്ഞാൽ കിരീടങ്ങളെന്ന്, അനേക രാജകിരീടങ്ങൾ ഉണ്ട് എന്നാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോ രാജാതിരാജാവ് ആയ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും
സമാധാനവും ഉണ്ടാകുമാറാട്ടെ. ത്രിയേക ദൈവത്തിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പം അവിടുന്ന് ഒന്ന് രണ്ട് നമുക്ക് പ്രയോജനമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒന്ന് രണ്ട് കാര്യം ഒന്ന് ഓടിച്ചു പറഞ്ഞു മുന്നോട്ട്. എന്താ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം? നമ്മൾ ഓർക്കണം, നമുക്കെല്ലാം കൃപയും സമാധാനവും നമ്മളെല്ലാം ആഗ്രഹിക്കുന്നവരാ. ഓർക്കുക, അത് ത്രിയേക ദൈവത്തിൽ നിന്നും മാത്രമേ നമുക്ക് കൃപയും സമാധാനവും ലഭിക്കുകയുള്ളൂ. വേറെങ്ങും നമുക്ക് കൃപയും സമാധാനവും ലഭിക്കത്തില്ല. നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന എപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഈ രണ്ട് വിഷയങ്ങളെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ പ്രാർത്ഥന. വേറെ ഒത്തിരി കാര്യങ്ങൾ പറയുമെങ്കിൽ അതിന്റെ ഒക്കെ ആത്യന്തികമായ കാര്യം എന്ന് പറയുന്നത് കൃപ, മറ്റൊന്ന് സമാധാനം എന്നുള്ളതാണ്. അപ്പൊ ഓർക്കുക, കൃപയും സമാധാനവും ദൈവസന്നിധിയിൽ നിന്നല്ലാതെ വേറെ എങ്ങു നിന്നും ലഭിക്കുന്നത് അല്ല. ഇനി ആ പ്രയോഗം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഏതാ കൃപയും സമാധാനവും? നമ്മൾ തിരുവെഴുത്ത് പഠിക്കാമെങ്കിൽ 18 പ്രാവശ്യം പുതിയ നിയമത്തിൽ ആ പ്രയോഗമുണ്ട്, കൃപയും സമാധാനവും. ഞാൻ നേരത്തെ ഓർപ്പിച്ച 17 ലേഖനങ്ങളിലും പിന്നെ വെളിപ്പാട് പുസ്തകത്തിലും അങ്ങനെ 18 പ്രാവശ്യമുണ്ട് കൃപയും സമാധാനവും. ഒരിടത്തു പോലും സമാധാനവും കൃപയുമെന്നില്ല. എല്ലാം കൃപയും സമാധാനവും എന്ന് മാത്രമാണ്. എന്താ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, കൃപയോടുകൂടെ മാത്രമേ സമാധാനം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ്. കൃപ കൂടാതെ സമാധാനം ഉണ്ടാകില്ല. അപ്പൊ നമുക്ക് സമാധാനം വേണമെങ്കിൽ നമ്മൾ സമാധാനം അന്വേഷിച്ചു നടക്കുകയല്ല. എല്ലാ മനുഷ്യരും സമാധാനം ആഗ്രഹിക്കുന്നവരാ. ലോകരാജ്യങ്ങളൊക്കെ സമാധാനം ആഗ്രഹിക്കുന്നവരാ. അവർ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നത് സമാധാനത്തിന് വേണ്ടിയാണെന്നാ പറയുന്നത്. അപ്പം പക്ഷെ സമാധാനം ഉണ്ടാകുന്നില്ല. സമാധാനം ഉണ്ടാകണമെങ്കിൽ ഒന്നാമത് കൃപ ഉണ്ടാവണം, കൃപ പ്രാപിക്കണം. കൃപ എവിടെ കിട്ടും? കൃപ കൃപാസനത്തിലാണ് ലഭിക്കുന്നത്. കൃപാസനം എവിടെയാണ്? പഴയ നിയമത്തിൽ കൃപാസനം എന്ന് പറയുന്നത് ദൈവാലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ഇരിക്കുന്ന പെട്ടകത്തിന്റെ അടപ്പായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. 2 കെരൂബുകളോടുകൂടെ തനി തങ്കത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ കൃപാസനം എന്ന് പറയുന്നത്. അപ്പോൾ പഴയ നിയമത്തിലെ കൃപാസനത്തിൽ ചെല്ലണമെങ്കിൽ മഹാപുരോഹിതന് മാത്രമേ സാധിക്കൂ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ എവിടെ മുട്ടുകുത്തുന്നോ അവിടെ കൃപാസനമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എപ്പോ കൃപ ആവശ്യമുണ്ടോ അവിടെ മുട്ടുകുത്തിയാൽ മതി. ഇനിയും മുട്ടുകുത്തുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ശരീരത്തിന്റെ അക്ഷരപ്രകാരം മുട്ടുകുത്തണമെന്നില്ല. മുട്ടുകുത്തുന്ന ഒരു മാനസിക അവസ്ഥയിൽ നമ്മൾ എത്തിയാൽ മതി. അപ്പൊ എന്ന് പറഞ്ഞപ്പോ നമ്മൾ വഴിക്ക് വെച്ച് നമുക്ക് കൃപ വേണം. പബ്ലിക് റോഡിലുടനെ മുട്ടുകുത്തുന്നതൊക്കെ അത്ര പ്രായോഗികമല്ല. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ബെഡ്റൂമിൽ ഇരിക്കുമ്പോൾ കൃപ വേണോ? മുട്ടുകുത്ത്. ബാത്റൂമിൽ കൃപ വേണോ? മുട്ടുകുത്തിയാട്ട്. നമ്മുടെ കിച്ചണിൽ കൃപ വേണോ? അവിടെ മുട്ടുകുത്തി. അതെല്ലാം കൃപാസനമാണ്. ദൈവമക്കൾ, പുതിയ നിയമത്തിലെ ദൈവമക്കൾ എവിടെ മുട്ടുകുത്തുന്നു അവിടെ കൃപാസനമാണ്. അത് എവിടെയായാലും കൊള്ളാം, അത് കൃപാസനമാണ്. അവിടെ നമുക്ക് കൃപ ലഭിക്കും. കൃപയോടുകൂടെ നമുക്ക് സമാധാനവും ലഭിക്കും. കൃപയോടുകൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓർക്കണം, ഈ കൃപാസനത്തിൽ ചെല്ലാൻ എല്ലാവർക്കും അവകാശമില്ല. ലോകത്തിലുള്ള സകല മനുഷ്യർക്കും കൃപാസനത്തിൽ ചെല്ലാൻ പറ്റുകയില്ല. നമ്മൾ ഇപ്പൊ പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിച്ചല്ലോ, അവിടെ ചെല്ലാൻ മഹാപുരോഹിതന്മാർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു അത്ഭുത കാര്യം ഞാൻ നിങ്ങളോട് പറയാം. വളരെ സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കാം. എന്താണെന്നറിയാമോ? നമ്മളൊക്കെ മഹാപുരോഹിത പദവിയുള്ള പുരോഹിതന്മാരാണ്. നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും മഹാപുരോഹിത പദവിയുള്ള പുരോഹിതന്മാരാണ്. എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ പുരോഹിതന്മാരായിട്ട് മാറുകയാണ്. നമ്മൾ 1 പത്രോസ് 2-ാം അധ്യായത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇവിടെയും നമ്മൾ ഇപ്പൊ 6-ാം വാക്യത്തിലും പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 1:6 അത് പറയുന്നുണ്ട്. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന വാക്യത്തിൽ അതുണ്ട്. നമ്മള് പുരോഹിതന്മാരാണെന്ന് അവിടെ എല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ നമ്മള് മഹാപുരോഹിതന്മാരെന്ന് ഒരിടത്തും വായിക്കുന്നില്ല. നമ്മളെ മഹാപുരോഹിതന്മാരാക്കിയിട്ടുമില്ല. നമ്മൾ പുരോഹിതന്മാരാണ്. പക്ഷെ നമുക്ക് പദവിയുണ്ട്, മഹാപുരോഹിത പദവിയുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് പറയുന്നേക്കാം, ഇല്ലെങ്കിൽ അത് സംശയമായിട്ട് നിൽക്കുമല്ലോ. മഹാപുരോഹിതന്മാർക്ക് മാത്രമേ കൃപാസനത്തിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. നമുക്ക് കൃപാസനത്തിൽ ചെല്ലാം. അപ്പൊ നമുക്ക് മഹാപുരോഹിത പദവിയുണ്ട്. അല്പം കൂടെ ലളിതമാക്കാം. നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ
ഈ നമ്മൾ നേരത്തെ ഓർത്തതുപോലെ കൃപാസനം ഇരിക്കുന്നത് അതിപരിശുദ്ധ സ്ഥലത്താണ്. കൃപാസനത്തിലേക്ക് അഥവാ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാനായിട്ട് അനുവാദം മഹാപുരോഹിതനേ ഉള്ളൂ. പുരോഹിതന്മാർക്ക് വിശുദ്ധ സ്ഥലത്തെ ചെല്ലാൻ പറ്റത്തുള്ളൂ. വിശുദ്ധ സ്ഥലത്ത് ചെല്ലുന്ന പുരോഹിതന്മാർക്ക് അതിപരിശുദ്ധ സ്ഥലം കാണാൻ പോലും പറ്റുകയില്ല. എല്ലാവർക്കും ഓർമ്മയുണ്ട്, കട്ടിയേറിയ ഒരു കർട്ടൻ, ഒരു തിരശീല കൊണ്ടത് മറച്ചിരിക്കുക, കാണാൻ പോലും പറ്റത്തില്ല. പക്ഷേ നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ ആ തിരശീല മുകളിൽ നിന്ന് താഴേക്ക് ചീന്തിപ്പോയി. ഇപ്പോൾ നമുക്ക് വിശുദ്ധ സ്ഥലത്ത് പ്രവേശനം ഉണ്ടായിരുന്നു പുരോഹിതന്മാരായി, പക്ഷെ നമുക്കിപ്പോൾ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ഒരു പുതിയ വഴി തുറന്ന് കിട്ടി. അങ്ങനെയാണ് നമുക്ക് അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം ലഭിച്ചത്. പുരോഹിതന്മാരായി നമുക്ക് മഹാപുരോഹിത പദവി തന്നുകൊണ്ട് നമ്മളെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുക. അതുകൊണ്ടാണ് നമുക്ക് കൃപാസനത്തിൽ എപ്പോ വേണേലും ചെല്ലാം, എപ്പോ വേണേലും. എന്തൊരു പദവിയാ, എന്തൊരു മഹനീയമായിട്ടുള്ള അവസരമാ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എന്ത് പ്രശ്നം നമുക്ക് വരട്ടെ, എന്ത് പ്രതിസന്ധി വരട്ടെ, എപ്പോഴാ നമുക്ക് കൃപ വേണ്ടത്, എപ്പോഴാ കൃപ വേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴാ കൃപ വേണ്ടാത്തത് എന്ന് വേണം പറയാൻ. എബ്രായലേഖനം 4:16 നമ്മൾ വായിക്കുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് കൃപ പ്രാപിപ്പാനും ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് വരാൻ. അതിമനോഹരമായ ഒരു വാക്യമാണ്. എപ്പോ കൃപ വേണോ അപ്പോ കൃപാസനത്തിൽ ചെല്ലാനാ പറഞ്ഞേക്കുന്നത്. എപ്പോഴാ കൃപ വേണ്ടത്? എന്റെ ചോദ്യം, എപ്പോഴാ കൃപ വേണ്ടാത്തത്? എപ്പോഴും കൃപ വേണം. ഓർക്കുക, നമ്മളെപ്പോഴും കൃപ ആവശ്യമുള്ളവരും കൃപാസനത്തിലാണെന്ന് ഓർത്തോണം. എപ്പോഴും അതിപരിശുദ്ധ സ്ഥലത്ത്. നമ്മൾ ഇനിയും കൃപയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട, നെഞ്ചത്തോട്ട് കൈവച്ചുകൊണ്ട് നമുക്ക് എന്തൊരാവശ്യമുണ്ട്, നമുക്ക് ആവശ്യങ്ങൾ നിരവധിയാണല്ലോ. ഈ കേരളത്തിലുള്ളവർക്കായാലും ഇന്ത്യയിലുള്ളവർക്കായിരിക്കും ഉള്ളവരായാലും, ഇപ്പൊ നിങ്ങൾ ഷാർജയിലാണ്, അല്ലെങ്കിൽ UAE ഭാഗത്താണ്, ഗൾഫിന്റെ പല സ്ഥലത്താണ്, ഇനി അമേരിക്ക, എല്ലാവർക്കും കൃപ വേണം. ഒരുപാട് പ്രശ്നങ്ങളാണ്. നമ്മളിന്ന് നോക്കുക, വല്ലാത്ത കാലഘട്ടമാണിത്. അനീതിയാ നടക്കുന്നത് മുഴുവൻ. അപ്പോ ഇതിന്റെ നടുവിൽ ഓരോ നിമിഷവും നമുക്ക് ജീവിക്കാൻ കൃപ വേണം. അതുകൊണ്ട് കൃപാസനത്തിൽ നമ്മൾ ഇരുന്നേ പറ്റൂ. കൃപാസനത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് നമ്മുടെ ഇപ്പോൾ. എല്ലാ സമയത്തും എപ്പോഴും കൃപാസനത്തിൽ ഇരിക്കേണ്ട ആവശ്യമാണ് നമുക്കുള്ളത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് കൃപാസനത്തിലേക്ക് ചെന്നാൽ കൃപ ലഭിക്കും. ദൈവത്തിന്റെ ഭണ്ഡാരത്തിൽ കൃപയുടെ ലെവൽ ഒരിക്കലും കുറഞ്ഞു പോകത്തില്ലെന്ന് ഓർക്കണം. അത്ര എപ്പോഴും ആ ലെവൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. വേറെ നമ്മൾ ഒരിക്കലും വിചാരിച്ചുകൊണ്ട് ഇന്നാരും ഒക്കെ പോയിട്ടുണ്ടല്ലോ, കൃപയ്ക്ക് പോയി, അവരെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി കാണും, ഇനിയിപ്പോ അവിടെ കൃപ ഉണ്ടോ എന്നറിയത്തില്ല. അങ്ങനെയൊന്നും സംശയിക്കേണ്ടതില്ല. കൃപ എപ്പോഴും ദൈവത്തിന്റെ ഭണ്ഡാരത്തിൽ കൃപയ്ക്കൊട്ടും കുറവില്ല. പ്രൈസ് ലോർഡ്. നമ്മളങ്ങ് ചെന്നാ മതി. എന്താവശ്യമാണേലും നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ 2 കൊരിന്ത്യർ 1:3 വായിക്കുന്ന ഒരു മനോഹര വാക്യമുണ്ട്. ഞാൻ ഇന്ന് അടുത്ത ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവം വെച്ചാൽ അടുത്ത ക്ലാസ് കൊണ്ട് ഈ ശേഷമുള്ള 1-ാം അധ്യായം മുഴുവൻ തീർക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പം മുന്നോട്ട് പോകുന്നില്ല, പ്രാർത്ഥിക്കാനൊക്കെയുള്ള സമയം വേണമല്ലോ. തന്നെയല്ല, നിങ്ങളൊക്കെ ഒരുപാട് ബന്ധപ്പാടുകൾ നടുവിൽ ഇനി അതിരാവിലെ എണ്ണീറ്റ് ജോലിക്ക് പോകേണ്ട ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നീട്ടുന്നത് ശരിയല്ല. ഇപ്പൊ തന്നെ നല്ല നീട്ടിയിട്ടുണ്ട്, അത്യാവശ്യമായിട്ട് ധാരാളം സമയം എടുത്തിട്ടുണ്ട്. അപ്പൊ ഓർക്കുക, നമുക്ക് എപ്പോൾ കൃപ വേണമെങ്കിലും അപ്പോൾ തരാൻ തക്കവണ്ണം തയ്യാറായി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ വാക്യം അവിടെ, മനസ്സലിവുള്ള പിതാവും സർവ ആശ്വാസവും നൽകുന്ന ദൈവം എന്നാ വായിക്കുന്നത്. സർവ ആശ്വാസവും എന്ന് പറഞ്ഞാൽ, നമുക്ക് തലവേദന വന്നാൽ ഡോക്ടറെ അടുത്ത് ചെല്ലണം. സാമ്പത്തിക പ്രശ്നം വന്നാൽ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് കാര്യമില്ല. സാമ്പത്തിക പ്രശ്നം വന്നാൽ ഒരു ധനവാന്റെ അടുത്ത് ചെന്നാൽ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും, കിട്ടിയില്ലെന്നിരിക്കും, പക്ഷേ ചെല്ലാം. പക്ഷെ തലവേദനയും കൊണ്ട് അദ്ദേഹത്തിന് അടുത്ത് ചെന്നിട്ട് കാര്യമില്ല. നമ്മുടെ കർത്താവ് സർവാശ്വാസവും നൽകുന്ന ദൈവം. നമ്മുടെ പ്രശ്നം എന്തുമാകട്ടെ, അത് ഇന്നതൊന്നൊന്നുമില്ല, അത് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അങ്ങ് ചെന്നാ മതി. കൃപാസനം ചെല്ലുക എന്ന് പറഞ്ഞാൽ എങ്ങും പോകണ്ട. നെഞ്ചത്തോട്ട് സത്യസന്ധ ആത്മാർത്ഥമായിട്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മുട്ടുമടക്കിയാട്ട് അവിടെ കൃപ ധാരാളമായി ലഭിക്കും. അതോടൊപ്പം സമാധാനം ലഭിക്കും എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു പ്രശ്നവുമായി, ഒരു ഇഷ്യൂവുമായിട്ട് ദൈവസന്നിധി ചെന്നാൽ കൃപയോട് ചേർന്ന് സമാധാനം കിട്ടുന്നതിന് പ്രശ്നം പരിഹരിക്കുമെന്നർത്ഥം. ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സംബന്ധിച്ച എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവും വന്ദനവും നന്ദിയും അറിയിക്കുകയാണ്. ഇത്രയും സമയം നിങ്ങൾ ക്ഷമയോടെ ഇരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത്യാവശ്യം ചില
മുഖവരയായ ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അടുത്ത ആഴ്ച കൂടെ ഞാൻ ഈ ഒരു അധ്യായത്തിൽ നിന്നായിരിക്കും സംസാരിക്കുന്നത്. അതിന്റെ പിന്നത്തെ ആഴ്ചയിൽ നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് വിശാലമായ സഭയ്ക്കുള്ള ദൂത് പഠിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ സ്നേഹവന്ദനവും നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ ദാസൻ ഇന്ന് രാത്രിയിൽ ക്ലാസ്സുകൾ എടുക്കുവാൻ തക്കോണം കർത്താവ് സഹായിച്ചല്ലോ. കർത്താവിന്റെ ദാസനെ കർത്താവ് ധാരാളമായി സഹായിക്കുമാറാകട്ടെ എന്ന് ദൈവസഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും ഉണ്ടാകുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മൾ ദൈവസന്നിധി നമ്മുടെ തലകളെ വണക്കാം. ഇന്ന് രാത്രിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചു. കർത്താവിന്റെ വചനത്തിൽ നിന്ന് ഇന്ന് രാത്രിയിൽ ആഴമായി പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. ആ ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ റീച്ചാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയ്ക്കായി നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ ഇന്ന് രാത്രിയിൽ വണക്കാം. സമാധാനത്തോടെ കർത്താവിന് സന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. റീച്ചാൻ പ്രാർത്ഥിച്ചാണ്. കാരുണ്യവാനും സ്നേഹാനിധിയുമായ അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ ഈ നല്ല രാത്രിക്കായി ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഒരിക്കൽ കൂടെ കടന്നു വരുവാൻ സ്വർഗം ജീവിതത്തിൽ നൽകിയ നൽകൃപകൾക്കായി സ്തുതിക്കുന്നു. തിരുവചനത്തിന്റെ ഏടുകളിൽ നിന്ന് കേൾക്കുവാൻ അത് കർത്താവെ സ്തോത്രം ചെയ്യുന്ന ഹൃദയത്തിൽ സംഘടിപ്പിപ്പാൻ തക്കവണ്ണം പരിശുദ്ധന്റെ ആത്മാവെ ഞങ്ങളോട് കർത്താവെ സ്തോത്രം അഭിഷേകത്തിലൂടെ സംസാരിച്ചതോർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. അന്ത്യകാല സംഭവങ്ങളെ കുറിച്ചും ദൈവിക വരവിനെ കുറിച്ചും വിശുദ്ധീകരണത്തെ കുറിച്ചും കർത്താവെ പ്രതിപാദിക്കുന്ന വെളിപ്പാടുന്ന പുസ്തകത്തിന്റെ ഏടുകളിൽ നിന്ന് കർത്താവെ അഭിഷേകത്തിലൂടെ കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. പ്രാരംഭത്തിലുള്ള ഈ പഠന ക്ലാസ് അടിയങ്ങൾക്ക് ഏറെ അനുഗ്രഹപൂർണമാകുവാൻ സ്വർഗമിടയാക്കണേനായി പ്രാർത്ഥിക്കുന്നു. ഇന്നേ കർത്താവെ ദിവസം കർത്താവെ സ്തോത്രം വേദ പഠന ക്ലാസ്സിൽ കർത്താവെ സ്തോത്രം സന്നിധരായിരിക്കുന്ന എല്ലാ കർത്താവെ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് കർത്താവെ തേനിലും മധുരമായ ഇമ്പമേറിയ ദൈവത്തിന്റെ കർത്താവെ സ്തോത്രം ശബ്ദത്തെ കേൾപ്പാൻ കർത്താവിടെയാക്കിയതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള കർത്താവിന്റെ വരവ് കർത്താവെ ഞങ്ങളെ തന്നെ ഒരുക്കുന്ന ഒരു ശുശ്രൂഷയായി ഒരു പഠനമായി തീരുവാൻ സ്വർഗമിടയാക്കണനായി പ്രാർത്ഥിക്കുന്നു. ശേഷിക്കുന്ന എല്ലാ പഠന ക്ലാസ്സുകളും ഏറെ അനുഗ്രഹപൂർണമാക്കുവാൻ സ്വർഗമിടയാക്കണനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നടുവിലേക്ക് അയച്ച അഭിഷക്തനായി പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിന്റെ വേദപാഠങ്ങൾ കർത്താവെ പ്രിയദാസനിലൂടെ കർത്താവെ കേൾക്കുവാൻ കഴിഞ്ഞതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ കർത്താവ് രാത്രി നിറച്ചതോർത്ത് സ്തോത്രം. അങ്ങയുടെ വചനത്തെ കേൾക്കുവാൻ സഹായിച്ചതോർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും കാവലും സൂക്ഷിക്കും. ഇന്ന് രാത്രി കേട്ട ദൂതനോടുകൂടെയും ഭൂലോകത്തിലുള്ള എല്ലാ വിശുദ്ധന്മാരോട് കൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും കർത്താവിനിടാതെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ഇറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. കർത്താവ് സഹായിക്കട്ടെ. കടന്ന് സംബന്ധിച്ച എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുന്നു. നാട്ടിൽ നിന്നും നമ്മുടെ സഹോദരങ്ങളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അവര് എനിക്ക് രാത്രി ആയതുകൊണ്ടാണ് അവരൊക്കെ പോയത്. അമേരിക്കയിൽ നിന്ന് ലിസിമാമയൊക്കെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരോടുമുള്ള നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനോട് ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. താങ്ക് യു. താങ്ക് യു. പ്രൈസ് ലോർഡ്. താങ്ക് യു. പ്രൈസ് ലോർഡ്. താങ്ക് യു അച്ഛാ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ.